കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the name of the most holy God be exalted. അല്പസമയത്തെ നമ്മുടെ ധ്യാനത്തിനായി നമ്മുടെ ശ്രദ്ധയെ നമുക്ക് ദൈവവചനത്തിലേക്ക് കൊണ്ടുവരാം. For the meditation for a little while shall we bring our concentration to the scriptures. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 11-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം ദയവായി വായിച്ചാട്ട്. Let us read the epistle written by St. Paul unto Corinthians, the first epistle, chapter 11, verse 23 onwards. ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ മതി. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Praise be to the holy name of the Lord. നാം ഇപ്പോൾ ഇവിടെ വായിച്ചു കേട്ട ഈ തിരുവെഴുത്ത് ശ്രോതാക്കളായി നിങ്ങൾക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു തിരുവെഴുത്താണ്. The scripture portion which we have heard right now is one which is familiar to all the listeners. ഒന്നാം നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാരിൽ അതിവശ്രേഷ്ഠനായ പൗലോസ്ലീഗ കൊരിന്ത്യയിലുള്ള വിശുദ്ധന്മാരോട് പറയുന്നു, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ച് നിങ്ങളെ ഏൽപ്പിക്കുന്ന ഒരു വിഷയം എന്നാണ് പറയുന്നത്. St. Paul saluted this information saying, the one which I have received of the Lord, he being the chief among the apostles in the first നമ്മൾ century. സർവ്വസാധാരണമായി ഈ തിരുവെഴുത്തുകളെ വായിച്ചു കേൾക്കുകയും ഇതിന്റെ ഉള്ളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആശയങ്ങളെ ഗ്രഹിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് ശ്രോതാക്കളിൽ ഏറിയ ഭാഗവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. And I do believe that the majority of the listeners over here have heard the depths and the meanings behind these scriptures at various times. ഇവിടെ പൗലോസ്ലീഗ പറയുന്നു, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ച് നിങ്ങളെ ഏൽപ്പിച്ച കാര്യമാണിത്. Here St. Paul is saying, I have received of the Lord that which also I delivered unto you. പൗലോസ്ലീഗയുടെ ചരിത്ര പശ്ചാത്തലം പഠിക്കുമ്പോൾ When we learn a study about the historical background of St. നമ്മുടെ Paul, കർത്താവായ യേശുവിന് ശേഷം ക്രൈസ്തവ സമൂഹത്തിൽ ഏറ്റവും അധികം ഉദിച്ചുയർന്നിട്ടുള്ള ശോഭയേറിയ ഒരു ജ്യോതിർഗോളമാണ് വിശുദ്ധ പൗലോസ്ലീഗ. after our Lord and Savior Jesus Christ, St. Paul was a glorious light which has shone in the Christian denomination. ഒരു കാലത്ത് താൻ ക്രിസ്ത്യാനിത്വത്തിനും യേശുക്രിസ്തുവിനും ശത്രുവായിരുന്നു. Once upon a time he was against Christianity and Jesus Christ. അന്ന് അദ്ദേഹത്തിന്റെ പേര് ശൗലെന്നായിരുന്നു. And his name was Saul then. പിൽക്കാലത്ത് അദ്ദേഹം യേശുവിനെ കണ്ടെത്തി. Later he found Christ Jesus. പിന്നെ അദ്ദേഹം സ്വയം തന്റെ പേര് പോൾ അല്ലെങ്കിൽ കാൽപാദത്തിൽ പറ്റുന്ന പൊടി എന്നർത്ഥം ഉള്ള പേര് എടുത്തു. And later he changed his name to Paul, which means the dust which is sticketh on the feet. അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ തിരുവെഴുത്തിൽ വലിയ പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ്. When we learn in the scriptures, we see him as a person with great ഇപ്പോൾ importance. പറയുന്നു, ഞാൻ കർത്താവായ യേശുവിൽ നിന്ന് പ്രാപിച്ച് നിങ്ങളെ ഏൽപ്പിച്ച കാര്യം. Now he is saying, I have received of the Lord that which also I delivered unto you. പൗലോസ്ലീഗയുടെ ചരിത്ര പശ്ചാത്തലം നാം പഠിക്കുമ്പോൾ When we learn the historical background of St. Paul, വളരെ സമ്പന്നമായ ഒരു ധർമ്മബോധമുള്ള ഒരു പശ്ചാത്തലമായിരുന്നു തനിക്കുണ്ടായിരുന്നത്. he was from a sound family, from a very moral family. തന്റെ കുടുംബം വളരെ നീതിയുള്ള ഒരു കുടുംബ പശ്ചാത്തലം തനിക്കുണ്ടായിരുന്നു. And his family background showed that they were righteous. അങ്ങനെ പാരമ്പര്യമായി തനിക്ക് ലഭിച്ച കുറെ അറിവുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. And he had received great information through his genealogies or hereditary. അതിനുശേഷം തന്റെ ബാല്യകാലത്ത് ഗമാലിയേൽ എന്നൊരുവന്റെ പാഠശാലയിൽ പോയി താൻ കുറെ നാളുകൾ പഠിച്ചിരുന്നു. And in his childhood days he sat at the footstool of Gamaliel in order to study. അവിടെയും ചില നാളുകൾ പഠിച്ച് പ്രവാചകന്മാരുടെ പ്രവചനത്തെയും മോശയുടെ ന്യായപ്രമാണത്തെക്കുറിച്ചൊക്കെ നന്നായി പഠിച്ചിരുന്നു. And he had learned concerning the prophecies of the prophets as well as the laws and commandments by Moses. പിൽക്കാലത്ത് താൻ ക്രിസ്ത്യാനിയായ ശേഷം ഏതാണ്ട് 3 വർഷത്തോളം യോഹന്നാനോടും കേഫാവിനോടും കൂടെ താൻ താമസിച്ച് അവരിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിച്ചിരുന്നു. After he turned to become a Christian, for 3 years he lived along John and Kepha in order to study the scripture. അതിലുപരിയായി പരിശുദ്ധാത്മാവ് ആത്മീയ മർമ്മമായി തന്നെ ഗ്രഹിപ്പിച്ച കാര്യങ്ങൾ ഉണ്ടായിരുന്നു. And there were many other things which the Holy Spirit revealed as mysteries unto him. എന്നാൽ ഇപ്പോൾ നാം വായിച്ചു കേട്ട സംഭവം ഇത് യേശു തന്നോട് പറഞ്ഞതാണ്.
But the thing which we read right now is what Jesus told to him. അതുകൊണ്ടാണ് താൻ ആ വാക്ക് എടുത്തെഴുതിയിരിക്കുന്നത്. And that is why he has specifically said ഞാൻ about it. കർത്താവിൽ നിന്ന് പ്രാപിച്ചത് നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. I am delivering it unto you what that I have received of the Lord. യേശു തനിക്ക് പറഞ്ഞു കൊടുത്തതാണ് താൻ ഈ സംഭവത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. He has beautifully described the things which the Lord Jesus has told ഞാൻ him. പറഞ്ഞല്ലോ തന്റെ പശ്ചാത്തലം വളരെ ധാർമ്മികതയുള്ള കുടുംബ പശ്ചാത്തലമായിരുന്നു. As we have said, he belonged to a family with great moral values. തന്നെ കുറിച്ചും തന്റെ പിതാവിനെ കുറിച്ചൊക്കെ വളരെ പ്രശംസയായി പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. And he also mentions about himself as well as his fathers, boasting about it. അക്കാലത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ പാഠശാല ഗമാലിയേലിന്റെ പാഠശാലയായിരുന്നു. And the great tutor or the great place to learn was the footstool of Gamaliel at that time. ചില നാളുകൾ അവിടെ പാർത്തും താൻ വലിയ കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നു. And staying over there, he learned great things for a little while. തന്റെ ശുശ്രൂഷയുടെ പ്രാരംഭ നാളുകളിൽ ഏറെക്കുറെ 3 വർഷത്തോളം പത്രോസിനോടുകൂടെ ഉണ്ടായിരുന്നു. And in the beginning years of his ministry, for around 3 years, he was with Peter. അവിടെ നിന്ന് ലഭിച്ച അറിവുണ്ട്, ആത്മാവിന്റെ സാന്നിധ്യം തന്നെ ബോധ്യപ്പെടുത്തിയ കാര്യങ്ങളുമുണ്ട്. He had the knowledge of the things which he received from there as well as the mysteries revealed by the Spirit. എന്നാൽ മറ്റെങ്ങും പറയാത്തൊരു വാക്ക് ഈ വിഷയത്തിൽ ഇദ്ദേഹം എടുത്തെഴുതിയിരിക്കുകയാണ്. But concerning this topic, he has mentioned a word which it was ഞാൻ never mentioned. കർത്താവിൽ നിന്ന് പ്രാപിച്ച് നിങ്ങളെ ഏൽപ്പിച്ചതാണിത്. I have received of the Lord that which also I have delivered unto you. അതിന്റെ അർത്ഥം കർത്താവ് ആവശ്യപ്പെട്ടു തന്റെ രക്തം കൊടുത്തു വാങ്ങിയ സഭ പാലിക്കേണ്ട കാര്യം എന്തെന്നുള്ളത്. So therefore Jesus told him what the church which was redeemed by the blood should follow. ഈ വേദഭാഗത്തിന്റെ മുൻപും പിൻപുമുള്ള വാക്യങ്ങൾ നമ്മൾ പഠിച്ചാൽ, If we learn about the scripture portions beneath and above, ഇത് നമ്മുടെ കർത്താവായ യേശുവിന്റെ അന്തിമ അത്താഴത്തിന്റെ മനോഹരമായ ഒരു ചിത്രമാണിത്. it portrays the beautiful picture of the last supper of Jesus Christ. യേശുവിന്റെ അന്തിമ അത്താഴത്തെ കുറിച്ചാണ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്. St. Paul has mentioned about the last supper of Jesus Christ. ദൈവ സഭയെ കുറിച്ച് നാം പഠിക്കുമ്പോൾ, When we study about the church of the യേശു Lord, ജനിക്കുന്നതിന് 950 വർഷം മുമ്പാണ് മഹാനായ സോളമൻ ജീവിച്ചിരുന്നത്. King Solomon lived 950 years before Christ Jesus. ഒരിക്കൽ സോളമൻ പറയുന്നു, ജ്ഞാനമായവൾ വീട് പണിതു, ജ്ഞാനിയായവൾ വീട് പണിതു, അതിന് 7 തൂണുകൾ ഉണ്ടായിരുന്നു. Once Solomon says the wise woman built a house and the house had 7 pillars. അല്ലെങ്കിൽ ദൈവസഭ 7 തൂണുകളിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് ശലോമോൻ പാടിയിരിക്കുകയാണ്. In other words, King Solomon has sang that the church of the Lord is established upon 7. കർത്താവായ യേശു രക്തം കൊടുത്തു വാങ്ങിയ സഭയെ കുറിച്ച് പഠിക്കുമ്പോൾ, When we study about the church which was redeemed by the blood of Jesus, ഈ സഭയുടെ പ്രമാണത്തിന് 2 ഭാഗമാണ്. the doctrines of this church is divided into 2 portions. ഒന്നാമതായി വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത്, In the beginning, it is the doctrines of faith. രണ്ടാമതായി അനുഷ്ഠാന പ്രമാണമായി പറയുന്നത്, And the next is the doctrines to be practiced. ആ വിശുദ്ധ ബൈബിളിൽ യേശുവിന്റെ ആ സഭയുടെ പ്രമാണങ്ങളെ പഠിക്കുമ്പോൾ, When we learn about the doctrines of the church in the scriptures, അതിൽ ചില കാര്യങ്ങൾ വിശ്വാസ പ്രമാണങ്ങളാണ്. some of it are the doctrines of faith. നമ്മൾ ആ വിശ്വാസ പ്രമാണം വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നവരാണ്. And we are the ones who believe and confess about the doctrines of ഇനി faith. ചില കാര്യങ്ങൾ അനുഷ്ഠാന പ്രമാണമാണ്. And yet there are some which are to be നമ്മുടെ practiced. കർത്താവായ യേശു ഈ ലോകത്തിലെ ദൗത്യം തികച്ച് പിതാവിന്റെ അടുക്കൽ പോകുന്ന അന്തിമ നിമിഷം, The final moments after Christ Jesus has completed his mission in this world, സ്ലീഹന്മാരെ ഒരു ദൗത്യം പരമേൽപ്പിക്കുകയാണ്. Jesus is handing over a mission to his disciples. നിങ്ങൾ സകല സൃഷ്ടികളോടും പ്രസംഗിക്കണം. You shall preach unto all nations. വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് എന്റെ ശിഷ്യന്മാരാക്കിക്കൊള്ളണം. And baptize and make ye disciples to all in the name of the Father, the Son and the Holy Ghost. കർത്താവ് വരുവോളം അത് തുടരണമെന്ന് ഇപ്പോൾ കർത്താവ് ആവശ്യപ്പെടുകയാണ്. And now Jesus is asking that it should be continued till the day of the Lord. അത് ഒരു അനുഷ്ഠാന പ്രമാണമാണ്. It is something to be practiced. രണ്ടാമതായി യേശു ആവശ്യപ്പെടുകയാണ്, Secondly, Jesus is ഞാൻ asking, വരുവോളം നിങ്ങൾ ഇത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യണം. until I come back, you have to do it in my remembrance. ഞാൻ വരുവോളം നിങ്ങൾ ഇത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യണം. Ye do it till in the remembrance of me. അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹായുടെ അന്തിമ അത്താഴമായിരുന്നു. It was the last supper of our honorable ഇത് Messiah. രണ്ടും സഭയുടെ അനുഷ്ഠാന പ്രമാണമാണ്. These two are the practiced ഇത് doctrines
doctrines. ലോകത്തിലുള്ള എല്ലാ ക്രൈസ്തവ സമൂഹങ്ങളും ഇത് അംഗീകരിക്കുകയാണ്. Almost all the Christian denominations do agree to these doctrines too. എബ്രായ ഭാഷയിൽ ഇതിന് പെസഹ എന്ന വാക്കാണ് കൊടുത്തിരിക്കുന്നത്. In Hebrew, the word given is Pesach. ഗ്രീക്കിൽ ഇതിന് പാസാഖ് എന്നൊരു വാക്കാണ് കൊടുത്തിരിക്കുന്നത്. In Greek, it is mentioned as Pasach. സുറിയാനി ഭാഷയിൽ ഇതിന് വിശുദ്ധ കുർബാന എന്ന വാക്കാണ് പറയുന്നത്. And in Syrian language, it is mentioned as the Holy Mass. പക്ഷേ വേർപെട്ട് വന്നിട്ടുള്ള ക്രൈസ്തവ സമൂഹങ്ങൾ ഇതിന് കർത്താവിന്റെ അത്താഴം, തിരുവത്താഴം എന്ന വാക്കൊക്കെ ഉച്ചരിക്കാറുണ്ട്. But the separated churches later mention it as the Holy Communion or the Last ഇത് Supper. പൗലോസ് കർത്താവിൽ നിന്ന് പ്രാപിച്ച് സഭയ്ക്ക് ഏൽപ്പിച്ചിരിക്കുന്നതാണ്. This is what St. Paul has received from the Lord and delivered to the church. തിരുവെഴുത്തിന്റെ ചരിത്ര പശ്ചാത്തലം നാം പഠിക്കുമ്പോൾ When we learn the historical background of the scripture, ഒരു ക്രിസ്ത്യാനിയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നാണ് ഈ അന്തിമ അത്താഴം. it is the fundamental units of a Christianity, of a Christian, the Holy Communion. ലോകത്തിലെ സകല ക്രൈസ്തവ സമൂഹങ്ങളും ഇന്ന് അത് പാലിക്കുന്നുണ്ട്. And it is being practiced in all the Christian denominations today. ലോകത്തിൽ രണ്ട് ഗ്രൂപ്പുകൾ, രണ്ട് മതങ്ങളാണ് ഇത് അനുഷ്ഠിക്കുന്നത്. There are two religions which follow and practice. ഒന്നാമത് യഹൂദന്മാർ അവരുടെ ഏറ്റവും വലിയ പെരുന്നാളായി പെസഹ പെരുന്നാളിനെ കാണുകയാണ്. Firstly, the Jews, they celebrate this feast of the ദൈവം Passover. ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് When Israelites were delivered by the Lord, കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ and then when they were brought to Canaan, ദൈവം അവർക്ക് കൊടുത്ത പ്രധാന 3 പെരുന്നാളുകൾ ഉണ്ടായിരുന്നു. there were 3 important festivals of feasts given to them. ഒന്നാമത്തേത് പെസഹ പെരുന്നാളായിരുന്നു. One was the feast of the Passover. നീസ മാസം 14-ാം തീയതിയായിരുന്നു അത്. It was in the 14th day of the month of Nisan. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the name of the Lord. രണ്ടാമത്തെ പെരുന്നാൾ അത് കഴിഞ്ഞ് 50 ദിവസം കഴിഞ്ഞുള്ള പെന്തക്കോസ് പെരുന്നാളായിരുന്നു. And the second festival of the feast was 50 days ahead of it, which is the feast of the Pentecost. മൂന്നാമത്തെ പെരുന്നാൾ എന്ന് പറയുന്നത് അത് കൂടാര പെരുന്നാളായിരുന്നു. And the third feast was the feast of the tabernacles. സകല ഇസ്രായേലിനും ആലയത്തിൽ ഈ 3 കാര്യത്തിന് വന്നിരിക്കണം. All the Israelites should gather in the tabernacle for these 3 festivals. ഏറ്റവും വലുത് പെസഹ പെരുന്നാളായിരുന്നു. And the great among it was the feast of the Passover. ഇന്ന് ലോകത്തിൽ യഹൂദനും ക്രൈസ്തവനും ഒരുപോലെ ഇതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. Today, both the Jews as well as the Christianity give great importance for this practice. പക്ഷേ രണ്ടുപേരുടെയും ആശയങ്ങൾ രണ്ടാണിത്. But the doctrine behind is different for both of them. നമ്മളെല്ലാവരും ഈ അത്താഴത്തിൽ പങ്കാളികളായി തീരാറുണ്ട്. All of us used to take part in this Holy Communion. നമ്മൾ ലോക്കൽ സഭകളെല്ലാം കൂടി സെൻട്രൽ ഫെയ്ത്ത് ഹോമിൽ വന്ന് ഈ തിരുവത്താഴത്തിൽ പങ്കെടുക്കുന്നവരാണ്. All the locals used to gather together in the Center Faith Home and take part in this Holy Communion. പലപ്പോഴും അതിന്റെ ആഴങ്ങളൊന്നും നമ്മൾ ഗ്രഹിക്കാറില്ല. But many a times we do not understand the depths of the scripture. സഭയുടെ ഏറ്റവും അടിസ്ഥാന ഉപദേശമാണ് ഈ പെസഹ എന്ന് പറയുന്നത്. Beware that this is the most fundamental doctrine in the feast of the Passover. രണ്ട് ഭാഗത്ത് നമുക്ക് വീക്ഷിക്കാം. You can see it in 2 ways. ഇത് കർത്താവിൽ നിന്ന് പ്രാപിച്ച പൗലോസ്ലീഹ സഭയോട് പറയുകയാണ്. This is what the St. Paul has received from the Lord and is delivering unto the church. ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നാണ് ഈ വിഷയം നമ്മൾ പഠിക്കുന്നെങ്കിൽ, If we are studying this on the basis of historical background, ഇത് ഇസ്രായേലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ്. it is something related to the children of Israel. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Lord. പെസഹ എന്ന വാക്കിന്റെ അർത്ഥം കടന്നുപോയി എന്നുള്ളതാണ്. The meaning of the word Pesach or Passover means it has passed. കടന്നുപോയി. It has passed. സംഹാരകൻ എന്നെ വിട്ട് കടന്നുപോയി. The angel of death has passed away. മിസ്രൈമിലെ ആദ്യജാതന്മാരെ നശിപ്പിക്കുവാൻ പുറപ്പെട്ട സംഹാരകൻ എന്നെ വിട്ട് ഒഴിഞ്ഞു പോയി. The plague of the angel of death which came in order to destroy the firstborn of the Egyptians has passed away. അതുകൊണ്ട് പെസഹ എന്ന വാക്കിന്റെ അർത്ഥം കടന്നുപോയി എന്നുള്ളതാണ്. Therefore the meaning of the word Passover is it has passed. അതുകൊണ്ട് ഇസ്രായേൽ എല്ലാ കാലത്തും അത് പാലിക്കും. Therefore the Israelites will celebrate it every ഇന്ന് day. ലോകത്തിൽ ഏറെക്കുറെ 1 കോടി ജനങ്ങളെ ഉള്ളൂ ഇസ്രായേൽ എന്ന് പറയുന്നത്. The Israelites today's world is comprising of 1 crore people. നമ്മുടെ കേരളത്തിൽ ഏതാണ്ട് 3,64,00,000 ജനങ്ങൾ വരും. In Kerala itself the population is 3,64 lakhs. എന്നാൽ ഇസ്രായേൽ എന്ന രാജ്യത്തിൽ 1 കോടി ജനങ്ങൾ പോലും ഇതുവരെ ആയിട്ടില്ല. But the country Israel does not have even up to 1 crore of പക്ഷേ people. അവരെല്ലാവരും ഈ
നിയമങ്ങളെ പെരുന്നാളുകളെ കർക്കശമായി പാലിക്കും. But all the Israelites will follow strictly about these festivals and feasts. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the ഞാൻ Lord. പറഞ്ഞല്ലോ, ലോകത്തിൽ ഇന്ന് ക്രിസ്ത്യാനികളും ജൂതനും ഒരുപോലെ ഇത് വളരെ ആദരവോടെ കാണുന്ന കാര്യമാണ്. In an honorable manner, both the Jews and the Christians do celebrate and practice this. ചരിത്രം പഠിച്ചാൽ When we study the history of Israel, മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു പോരുന്നതിന്റെ ഓർമ്മയുടെ ദിവസമാണ്. it was the day of the remembrance of the day when they were delivered from Egypt. നിങ്ങൾ ഇന്ന് ഇസ്രായേലിന്റെ പെസഹായെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, When we study about the Passover of the Israelites, നമ്മളിൽ നിന്ന് കുറെ വ്യത്യസ്ത രീതികളാണ് അവർക്കുള്ളത്. their practices was very different from ours. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പെരുന്നാളാണ് പെസഹ പെരുന്നാൾ. The most important feast of theirs was the feast of the Passover. ആ പെരുന്നാൾ കൂടുമ്പോൾ When they gather together, അവർ അവരുടെ പിതാക്കന്മാരെ വിടുവിച്ച ദൈവത്തെ ഓർക്കുകയാണ്. they remember the Lord who has delivered their forefathers. 1500 വർഷങ്ങൾക്ക് മുൻപ് മിസ്രയീമിൽ അവർ രക്ഷപ്പെട്ടിരുന്നു. They were delivered 1500 years before. അവരെ രക്ഷിപ്പാൻ ദൈവം അനേക ബാധകളെ അയച്ചുകൊണ്ടേയിരുന്നു. And in order to deliver them, the Lord has sent various plagues. അവർക്ക് മിസ്രയീമിൽ നിന്ന് വിടുതൽ കിട്ടിയിരുന്നില്ല. Yet they were not delivered from Egypt. എന്നാൽ അവസാനം ദൈവം പറയുകയാണ്, But at the end, the Lord is saying, നീ ഒരു ആട്ടിൻകുട്ടിയെ അറുത്തെടുക്കണം. you have to slay a paschal lamb. അതിന്റെ രക്തം കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും തേക്കണം. And you have to put the blood on the doorstep as well as on the lintels. അതിന്റെ മാംസം പുളിപ്പില്ലാത്ത അപ്പത്തോടുകൂടെ നീ തിന്നേണം. And you have to feed on the meat along with the unleavened bread. ഇനി ഒരു നാൾ ഓർക്കാതെ വണ്ണം വെറുപ്പ് തോന്നേണ്ടതിന് നീ കയ്പ് ചീരിയോടുകൂടെ അത് തിന്നേണം. And you have to eat it with bitterness so that you may no longer remember that day. കാലിൽ ചെരിപ്പിട്ട് അരയിൽ അര കെട്ടി മുറുക്കി കയ്യിൽ വടി പിടിച്ച് തിടുക്കത്തോടെ അത് ഭക്ഷിക്കണം. And you have to eat it hastily with a stick in your hand and girded loins. ഇങ്ങനെയാണ് ഇസ്രായേൽ മിസ്രയീമിൽ നിന്നുള്ള രക്ഷയ്ക്കായി പെസഹ ആചരിച്ചത്. This is how the Israelites celebrated the feast of the Passover. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the Lord. ആദ്യമായി ഭൂമിയിൽ പെസഹ നടന്നതും ഇന്നേക്ക് 3500 വർഷങ്ങൾക്ക് മുൻപായിരുന്നു. And the first celebration of this feast was 3500 years before. ഇന്നും ജൂതൻ അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. Till date, the Jews have been celebrating it. അതിന്റെ ബാലൻസ് ആയുള്ള ക്രൈസ്തവരും അത് പിന്തുടരുകയാണ്. And the remnants, the Christians, are also following this practice. എല്ലാ ക്രൈസ്തവ സമൂഹങ്ങളും ആദരവോടെയാണ് ഈ ശുശ്രൂഷ കാണുന്നത്. All the Christian denominations do practice this in an honorable manner. സുറിയാനി ഭാഷയിൽ വിശുദ്ധ കുർബാന എന്ന വാക്കാണ് കൊടുത്തിരിക്കുന്നത്. In the Syrian language, it is mentioned the Holy Mass. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the Lord. ഇന്ന് ഇസ്രായേലിന്റെ പെസഹായെ കുറിച്ച് നാം പഠിക്കുമ്പോൾ, When we learn about the feast of Passover of Israelites, അവർ പെസഹ നടത്തുന്നത് കുടുംബത്തിൽ വേണ്ടപ്പെട്ടവരെല്ലാം ചേർന്നാണ്. they gather their family members together in order to celebrate it. ഭൂമിയിൽ നിന്ന് ഒരു 1.5 അടി പൊക്കമുള്ള ഒരു ടേബിൾ ആയിരിക്കും അവർ ഉപയോഗിക്കുന്നത്. They will use a table which is 1.5 feet above from the ground. അതിങ്ങനെ യു ആകൃതിയിൽ, അതിന്റെ സെൻട്രൽ ഭാഗം ഒഴിവാക്കി യു ആകൃതിയിലുള്ളതായിരിക്കും. And the table will be in the shape of the alphabet U. അവർ അതിൽ കമന്ന് കിടന്ന് ഇടം കൈ തറയിൽ കുത്തി വലം കൈ കൊണ്ടാണ് അത് ഭക്ഷിക്കുന്നത്, എടുത്ത് ഭക്ഷിക്കുന്നത്. They will bend their heads into their left arms, and with the right arm they will receive the bread. അവരുടെ കാലുകൾ പുറകിലേക്ക് കിടക്കും. And their legs would be behind. അതിലുപരിയായി ഇനി അവർ എടുക്കുന്നതെന്ന് നോക്കിയാൽ, And if we look what they are feeding, അവർ പുളിപ്പില്ലാത്ത അപ്പം എടുക്കും. they will take over the unleavened bread. പുളിപ്പില്ലാത്ത 3 അപ്പം എടുക്കും. They will take 3 loaves of unleavened bread. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവത്തിന്റെ ഓർമ്മയ്ക്കാണത്. In the remembrance of the Lord of Abraham, Isaac and Jacob. ആ 3 അപ്പമാണ് അവർ എടുത്തു വെക്കുന്നത്. They take 3 loaves of bread. നീ ആരെന്ന് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞത് എന്താണ്? When they asked, who art thou? ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ്. The Lord replied, I am the Lord of the father Abraham, Isaac and Jacob. അങ്ങനെ ആ പിതാക്കന്മാരുടെ ഓർമ്മയ്ക്കായി 3 അപ്പം എടുത്തു വെക്കും. Therefore, in the remembrance of their forefathers, they do take 3 loaves of bread. അവരൊരു പാത്രത്തിൽ ഉപ്പുവെള്ളം എടുത്തു വെക്കും. Secondly, they will take salt of water, the water of salt. എന്തിനാണ് ആ ഉപ്പുവെള്ളം കാണുന്നത്? Why is this brine taken? അവരുടെ പിതാക്കന്മാർ മിസ്രയീമിൽ വീഴ്ത്തിയ കണ്ണുനീരിന്റെ ഓർമ്മയ്ക്കാണത്. It is in the remembrance of the tears which was shed in the land of Egypt. ഒരു പാത്രത്തിൽ ശുദ്ധമായ ഉപ്പുവെള്ളം ആ ടേബിളിൽ കാണും. In a container, brine would be taken over there. അടുത്തതായി അവർ ഒരു ചെറിയ ചാർക്കോത്ത് എന്ന് പറയുന്ന ഒരു വൃക്ഷമുണ്ട്. Nextly, there is a tree called charkoth. അതിനിങ്ങനെ അതിന്റെ കറ ഒഴുകി വരും.
and the liquid would flow from it. ഇസ്രായേൽ പാലസ്തീൻ നാടുകളിൽ അതുണ്ട്. It will be found in the lands of Israel and അത് Palestine. നമുക്ക് കുന്തിരിക്കം പോലെ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടും. And we can buy it as frankincense from the market. ഏറെക്കുറെ നമ്മുടെ നാട്ടിലെ ചക്കയരക്ക് പോലിരിക്കും. It would be almost the size of a jackfruit. പക്ഷേ അതൊരു പരിധിയിൽ അപ്പുറം ദുർഗന്ധം ഭവിച്ചതും ചേറിന്റെ നിറം നിറഞ്ഞതുമാണ്. But it would be brown in color and would be disgusting. അതിലൊരു ചെറിയ കഷ്ണം അവർ ആ ടേബിളിൽ വെച്ചിരിക്കും. And they will take a small slice out of it. അതെന്തിനെന്ന് ചോദിച്ചാൽ, If we ask why, ഞങ്ങളുടെ പിതാക്കന്മാർ ആഹാരം തേടി മിസ്രൈമിൽ പോയതാണ്. our forefathers went to Egypt in search of food. ഞങ്ങളുടെ പിതാക്കന്മാർ ഏറിയ വർഷം അവിടെ ഇഷ്ടിക ചൂളയിൽ കഠിനാധ്വാനം ചെയ്തു. But for long times they were working in the factories in the making of bricks. അവിടെ അവർ ചേറും ചെളിയും ചവിട്ടി അതിന്റെ ദുർഗന്ധം അവർ അനുഭവിച്ചിരുന്നു. And they were stepping about the mud and the clay and they were smelling that foul smell. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the Lord. അടുത്തതായി അവർ 5 നിലവാരത്തിലുള്ള വീഞ്ഞുകൾ എടുത്തു വെക്കും. Nextly they will take 5 kinds of wine. അതിലുപരിയായി 3 നിലവാരത്തിലുള്ള കയ്പ് ചീരകൾ അവരുടെ കയ്യിൽ കാണും. And they will have bitter things of 3 kinds. ഇങ്ങനെയാണ് അവർ പെസഹ ആചരിക്കുന്നത്. This is how they celebrate the ദൈവത്തിന് Passover. മഹത്വം ഉണ്ടാകട്ടെ. Praise be to the Lord. അടുത്ത കാലത്ത് ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത ഒരു ആളുടെ ബുക്ക് ഞാൻ യാദൃശ്യമായി വായിപ്പാൻ ഇടവന്നു. I occasionally happen to read about the book of a person who had researched about it. ഇടയിൽ പോയി അതിനെക്കുറിച്ച് ഗവേഷണം നടത്തിയ ആൾ എഴുതിയിരിക്കുന്നതാണ്. And he went on that land and did the research over there. നമ്മുടെ തിരുവത്താഴോ അങ്ങനെയൊന്നുമില്ല. In our Passover it is not നമ്മൾ likewise. അപ്പവും വീഞ്ഞും മാത്രമേ കൊടുക്കാറുള്ളൂ. We only have bread and wine. നമ്മൾ കയ്പുകാടി കുടിക്കാറില്ല. We don't drink that bitter liquid. നമ്മുടെ പിതാക്കന്മാർ അതിനെ അറിഞ്ഞാണ് ചെയ്തിരിക്കുന്നത്. But our forefathers did it experiencing നമ്മൾ it. വീഞ്ഞുണ്ടാക്കിയ ശേഷം അതിന്റെ ഉള്ളിൽ പഞ്ചസാര കരിച്ചു ചേർക്കും, ഇല്ലേ? And after making the wine, we do melt the sugar into it. അത് പാരമ്പര്യമായി കിട്ടിയിട്ടുള്ള അറിവാണത്. We have received it hereditarily. ആ കയ്പ് ചീരയോടുകൂടെ അവർ ഭക്ഷിച്ചതിന്റെ ഓർമ്മയ്ക്കാണത്. They would feed with bitterness. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the Lord. അപ്പോൾ ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോരുമ്പോൾ When the Israelites were delivered from the land of അവർ Egypt, പാലിച്ചു പോരുന്നത് ഇങ്ങനെയായിരുന്നു. this is how they practiced the feast. അവർ 3 അപ്പം എടുത്തു വെക്കുന്നു. Firstly, they will take 3 loaves of bread. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവത്തിന്റെ ഓർമ്മയാണ്. And it was in the remembrance of the father Abraham, Isaac and Jacob. രണ്ടാമത് അവർ ശുദ്ധമായ ഉപ്പുവെള്ളം എടുത്തു വെക്കുന്നു. Nextly, they will take pure brine in a container. അത് അവരുടെ പിതാക്കന്മാരുടെ കണ്ണുനീരിനെ ഓർക്കുകയാണ്. It was in remembrance of the tears of their forefathers. മൂന്നാമതായി അവർ ഊനമില്ലാത്ത ഒരു ആട്ടിൻകുട്ടിയെ അത് അവർ എടുക്കുന്നു. And nextly, they will take a pure lamb. 1 വയസ്സ് പ്രായമുള്ള ആട്ടിൻകുട്ടിയുടെ മാംസം എടുത്തു വെച്ചിരിക്കുക. They will take the lamb, a kid and 1 year old, and they will take the meat of it. 3 നിലവാരത്തിലുള്ള കയ്പ് ചീര വെച്ചിരിക്കുക. And then there are 3 varieties of bitter things kept over there. ദുർഗന്ധം വമിക്കുന്ന ചാർക്കോത്തിന്റെ കറയും ടേബിളിൽ വെച്ചിരിക്കുക. And the liquid from that charcoal is also kept, which is disgusting. 5 നിലവാരത്തിൽ ഉണ്ടാക്കിയെടുത്ത മനോഹരമായ വീഞ്ഞ് അവരുടെ ടേബിൾ കാണും. And then on their tables would be served 5 varieties of wine. ഇങ്ങനെയാണ് ഇസ്രായേൽ അവരുടെ പെസഹ പാലിച്ചു പോരുന്നത്. And this is how the Passover was celebrated. എന്നാൽ ക്രൈസ്തവരായ നമ്മളുടെ പെസഹ ആ രീതിയിലല്ല. But the Christian practice is not in that ദൈവത്തിന് manner. മഹത്വം ഉണ്ടാകട്ടെ. Praise be to the Lord. വേദപുസ്തകത്തിൽ അനേക സംഭവങ്ങൾ ഇതിനോട് സാമ്യപ്പെടുത്തി പറയുന്നുണ്ട്. In the scripture we can see various portions which are related to this. ഓർക്കുക, ഇത് സഭയുടെ അടിസ്ഥാന ഉപദേശമാണ്. Remember, this is the fundamental doctrine of the church. കർത്താവ് വരുവോളം സഭ പാലിക്കേണ്ടിയ ആചാരങ്ങളിൽ ഒന്നാണിത്. Secondly, it is to be practiced till the day of the coming of the Lord. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the Lord. പലപ്പോഴും നമ്മൾ ഇതിന് പങ്കാളികളായി തീരാറുണ്ട്. Many a times we do partake in this, പക്ഷേ ഇതിന്റെ ആഴം നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. but we haven't understood the depths of this ഞാൻ manner. അടുത്ത കാലത്തെ ഒരു സുറിയാനി യാക്കോബായിലെ ഒരു മുതിർന്ന പുരോഹിതന്റെ പ്രഭാഷണം കേൾക്കാനിട വന്നു. Recently, I happened to hear the sermon of a senior priest in the Syrian camp. അദ്ദേഹം പെന്തക്കോസ്തുകാരുടെ ഇതിനെക്കുറിച്ചൊരു വാക്ക് പറഞ്ഞു. And about this communion, he said a word. ബന്നു വാങ്ങി നാരങ്ങ വെള്ളത്തിൽ മുക്കി കൊടുക്കുന്ന പരിപാടിയാണ്. He said it is a practice where bun is bought and dipped in lime. അദ്ദേഹം വളരെ ശ്രേഷ്ഠനായ മനുഷ്യനാണ്. He is a great and honorable person, പക്ഷേ അദ്ദേഹത്തിന് ഇതിന്റെ ആഴം അറിയത്തില്ല. but he does not know the depth of this practice. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the Lord. അപ്പോ നമ്മൾ അങ്ങനെ നാരങ്ങ വെള്ളത്തിൽ ബന്നു മുക്കി കൊടുക്കുന്ന പരിപാടി അല്ല ഇത്. So this is not a bun dipped in lime or lemon water. മക്കളെ, ഇതിന്റെ ആഴം നമ്മളൊന്ന് അറിഞ്ഞിരിക്കണമേ. You have to understand the depths of this practice. പലപ്പോഴും ഇതിൽ പങ്കാളികളായി തീരാറില്ലേ? We do partake in this practice many times. പൗലോസ്
ശ്ലീഹ എന്തു പറയുന്നു? St. Paul is saying, ഞാനിത് കർത്താവിൽ നിന്ന് പ്രാപിച്ച് നിങ്ങളെ ഏൽപ്പിച്ചതാണ്. I have received of the Lord that which also I delivered unto you. കർത്താവ് പൗലോസിനോട് പറഞ്ഞു ഇത് സഭയ്ക്ക് എഴുതണമെന്ന്. Lord spoke unto St. Paul that it should be written to the church. ശേഷിപ്പുള്ള ശ്ലീഹന്മാരുടെ ലേഖനങ്ങളിൽ എങ്ങും നാം ഇത് കാണുന്നില്ല. This cannot be found in any of the other epistles of the other apostles. അനേക പെസഹായുടെ ചരിത്രമുണ്ട്. There are various history concerning Passover. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, But when we come to John chapter 13, നമ്മുടെ കർത്താവായ യേശു നടത്തുന്ന ഒരു അന്തിമ അത്താഴം നമുക്ക് കാണാം. we can see the scene of the last supper of Christ Jesus. അത് യഹൂദന്റെ ആചാരപ്രകാരമാണ് നടത്തുന്നെങ്കിലും, Although it was considered and done in the manner of the Jews, അതിന്റെ ഉള്ളിൽ ആഴമേറിയ ചില സത്യങ്ങളുണ്ട്. there were deeper truths within that practice. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the Lord. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, When we come to John chapter 13, അതിൽ മുഴുവൻ ഈ സംഭവമാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. entire chapter is describing about this നമ്മുടെ practice. കർത്താവായ യേശു ഈ ലോകം വിട്ടു പോകാൻ പോകുകയാണ്. Our Jesus is going to depart from this world. താൻ ആ പെസഹായുടെ തലേ ദിനം അനുഭവിക്കുന്ന ദുരിതങ്ങളെ കുറിച്ച് ശ്ലീഹന്മാരോട് പറയുകയാണ്. He is explaining about the difficult times he is going to experience on the day before. ആ പെസഹായുടെ സമയമായപ്പോൾ In the time of the feast of the Passover came, അവിടെ ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. we can see certain things mentioned there. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. Let us come to John, Gospel of John chapter ഈ 13. അന്തിമ അത്താഴത്തിന്റെ ചിത്രം നാം നോക്കുമ്പോൾ, When we look into the picture of the Passover, ഒന്ന് ഇത് നമ്മുടെ കർത്താവായ യേശുവിന്റെ കഷ്ടതയെ നമ്മൾ ഓർക്കുകയാണ്. it is remembering the trials and the tribulations of our Christ Jesus. കർത്താവായ യേശുവിന്റെ കഷ്ടതയെ നമ്മൾ ഓർക്കുന്നു. We are meditating about his difficulties. പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അത് പറയുകയാണ്. St. Paul is mentioning it in the epistle when he writes to Corinthians. 11-ാം അധ്യായം 26-ാം വാക്യത്തിൽ വരുമ്പോൾ, When we come to 1 Corinthians chapter 11 and verse അവിടെ 26, പൗലോസ് പറയുന്നു, there St. Paul is അവന്റെ saying, മരണത്തെ പ്രസ്താവിക്കുകയാണ്. we do show the Lord's death. 2000 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതിന്റെ ഓർമ്മയാണിത്. It is in the remembrance of the Lord Jesus Christ who was crucified on the cross of Calvary 2000 years before. ആകയാൽ നാം ഇതിൽ പങ്കാളികളായി തീരുമ്പോൾ Therefore, when we take part in it, ഇതിന്റെ ആഴം ഒന്ന് നാം ഗ്രഹിച്ചിരിക്കണം. we have to understand the depth of the scripture. ഇത് നമ്മുടെ കർത്താവായ യേശുവിന്റെ കഷ്ടതയുടെ ഓർമ്മയുടെ ദിവസമാണ്. It is the day of the remembrance of the sufferings of our Lord. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the നമ്മുടെ Lord. കർത്താവ് കഷ്ടം അനുഭവിച്ചു. Our Lord suffered much. ആ കാര്യം ഒരിക്കൽ കൂടെ നമ്മുടെ മനസ്സിൽ ഓർക്കുകയാണ്. I am remembering it. We are remembering it in our mind again. രണ്ടാം ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, When we come to the second portion, യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 8-ാം വാക്യത്തിൽ, John chapter 13 and verse 8, ഇത് ഒരു എളിമയുടെ ഭാഗമാണ്. it is a part of humility. എങ്ങനെയാണ് ആ എളിമ വെളിപ്പെട്ടത്? How did the humbleness be നമ്മുടെ revealed? കർത്താവായ യേശു ശ്ലീഹന്മാരുടെ കാൽപാദങ്ങളെ കഴുകി. Our Christ Jesus washed the feet of the ആ apostles. യേശു ശിഷ്യന്മാരുടെ കാൽപാദങ്ങളെ കഴുകി. Jesus washed the feet of his disciples. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the Lord. നമ്മൾ ഇടയ്ക്ക് മീറ്റിങ്ങുകളിൽ അത് ചെയ്യാറുണ്ടല്ലോ. We too often practice it in our പക്ഷേ അത് meetings. ഏറ്റവും വലിയ എളിമയുടെ ഭാഗമാണ്. It is a part of the great humbleness. ജൂതന്മാരുടെ പെസഹായിൽ And in the Jews' ആ Passover, പെസഹായിക്ക് മുൻപേ ഒരുവൻ എഴുന്നേറ്റ് കാല് കഴുകണം. before the feast of the Passover, one should rise up and wash the feet. അവിടെ കാല് കഴുകാൻ ആരും തന്നെ ഇല്ല. There was none to wash the feet. യോഹന്നാൻ ചിന്തിച്ചു അന്ത്രയോസ് കഴുകട്ടെ. John thought Andrew will wash. അന്ത്രയോസ് പറഞ്ഞു ഫിലിപ്പോസ് കഴുകട്ടെ. Andrew thought Philip would wash. ഇല്ല, ആ കൂട്ടത്തിൽ ആരും ദാസന്മാരായിരുന്നില്ല. There was none who had the mind of a servant over there. പെട്ടെന്ന് നമ്മുടെ കർത്താവായ യേശു എഴുന്നേറ്റു. Immediately Jesus rose up താൻ തന്റെ നിലയങ്കി ഊരി വെച്ചു. and he put off his garment. ഒരു ദാസനെ പോലെ തോർത്തെടുത്ത് തരയിൽ ചുറ്റി. And as a servant he girded with a towel. അതിനുശേഷം അവൻ ശ്ലീഹന്മാരുടെ കാൽപാദങ്ങളെ കഴുകി. And then he washed the feet of his disciples. ആ ലോകത്തിലൊരു വലിയ അത്ഭുതമാണിത്. It was a great miracle, wonder over യേശു there. ശിഷ്യന്മാരുടെ കാൽപാദങ്ങളെ കഴുകി. Jesus washing the feet of his disciples. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the Lord. ഭാരതത്തിലെ ഒരു പ്രധാന ഒരു ഹൈന്ദവ സന്യാസിയായിരുന്നു സ്വാമി വിവേകാനന്ദൻ. Swami Vivekananda was one of the great Hindu priests. തന്റെ മരണനാളുകൾ അടുക്കുന്നതിന് മുൻപ് And the days of his final breath, ഒരു നാൾ താൻ തന്റെ ഭക്ഷണശാലയിലേക്ക് പോയി. he went to the dining area over there. അവിടെ ആളുകളെല്ലാം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. And the people were gathering and eating അപ്പോൾ food. ആ സ്വാമി ഒരു കയ്യിൽ പാത്രത്തിൽ ഭക്ഷണം എടുത്ത്
തന്റെ ശിഷ്യന്മാർക്ക് വിളമ്പാൻ തുടങ്ങി. Swami took the food in his hand and started to serve it to the people. ഉടനെ അതിൽ ഒരാൾ പറഞ്ഞു, Immediately one person അയ്യോ said, ഗുരു, അങ്ങേ അത് ചെയ്യരുതേ. "Oh teacher, you should not do ഗുരു, that. അങ്ങേ അത് ഒരിക്കലും ചെയ്യരുത്. Master, you should not do that. അങ്ങയ്ക്ക് ഞങ്ങളല്ലേ ചെയ്തു തരേണ്ടത്. Isn't it we who have to do that to you? അങ്ങ് ഞങ്ങളുടെ ഗുരുവല്ലേ." Aren't you our അപ്പോൾ teacher?" അദ്ദേഹം ആ ഭക്ഷണപാത്രം താഴെ വെച്ചു. Then he kept that paper at the plate അതിനുശേഷം down. താൻ ഒരു ചോദ്യം ചോദിച്ചു. And then he asked a question. യേശുദേവൻ തന്റെ ശിഷ്യന്മാരുടെ കാൽപാദങ്ങളെ കഴുകാമെങ്കിൽ എനിക്ക് എന്റെ ശിഷ്യന്മാർക്ക് ആഹാരം വിളമ്പി കൊടുത്തുകൂടെ? If Jesus can wash the feet of his disciples, can't I serve food for my ലോകത്തിൽ disciples? അതൊരു വലിയ അത്ഭുതം തന്നെയാണ്. Because it was a great wonder to the world. കാൽപാദം കഴുകുന്നതിനിടയിൽ യേശു ഒരു ചോദ്യം ചോദിച്ചു. While he was washing the feet, he asked a question. നിങ്ങൾ എന്നെ എന്താണ് വിളിക്കുന്നത്? What do you call me? നിങ്ങൾ എന്നെ എന്താണ് വിളിക്കുന്നത്? What do you call me? ആരോ പറഞ്ഞു, ഞങ്ങൾ അങ്ങേ ഗുരു എന്നാണ് വിളിക്കുന്നത്. Someone replied, "We call thee അപ്പോൾ master." യേശു എന്ത് പറയുന്നു? Then Jesus said, കർത്താവും ഗുരുവുമായ ഞാനാണിത് ചെയ്യുന്നത് നിങ്ങൾ ഓർത്തുകൊള്ളണം. "You should remember that it is your Lord and your Master who is doing this." നമ്മുടെ യേശുവിന്റെ മാർഗം എളിമയുടെ മാർഗമാണ്. The path of our Jesus is the path of humbleness. യേശുവിന്റെ മാർഗം അത് എളിമയുടെ മാർഗമാണ്. The path of Jesus is the path of humility and humbleness. യേശു ശിഷ്യന്മാരുടെ കാൽപാദങ്ങളെ കഴുകിയിരുന്നു. Jesus washed the feet of his disciples. നിങ്ങൾ എന്നെ എന്താണ് വിളിക്കുന്നത്? What do ye call me? ഒരാൾ പറഞ്ഞു, ഗുരു എന്നാ വിളിക്കുന്നത്. One person said, "I call you master." അടുത്ത വാക്ക് ഏതാണ്? What's the next word? ഗുരുവും കർത്താവുമായി ഞാനാണ് ഇത് ചെയ്യുന്നത്. It is your Lord and your Master who is doing this to നിങ്ങൾ you. നിങ്ങളുടെ ഓർമ്മയിൽ ഒന്ന് എഴുതി സൂക്ഷിക്കൂ. Write it down in your remembrance. നമ്മുടെ യേശു ഒരിക്കലും യജമാനനായിരുന്നില്ല. Our Jesus wasn't a master നമ്മുടെ anywhere. കർത്താവായ യേശു ഒരു ദാസനായിരുന്നു. Our Jesus was a servant. ഈ സംഭവം അറിഞ്ഞിട്ടാണ് And after knowing this incident, പിൽക്കാലത്ത് പൗലോസ്ലീഹ എഴുതിയിരിക്കുകയാണ്. St. Paul has written likewise. അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ, Without considering to be equal with God, അവൻ ഒരു ദാസന്റെ രൂപമെടുത്തു വന്നു. he took the form of a servant. നമ്മുടെ യേശുവിന്റെ രൂപം ദാസന്റെ രൂപമാണ്. The form of our Jesus is the form of a servant. എന്നാൽ ഇന്ന് ക്രൈസ്തവ ലോകത്തിൽ ഈ ആശയം മങ്ങിപ്പോയി. But this vision has been diminished in the Christian world. ഇന്ന് യേശുവിന്റെ പിൻഗാമികളെന്ന് പ്രശംസിക്കുന്ന പലരുടെയും ഈ ദർശനം മങ്ങിപ്പോയി. The vision concerning those who are called as the Jesus disciples have been diminished. നാട്ടുകാർ നമ്മുടെ കാല് കഴുകട്ടെ എന്നാ നമ്മുടെ ചിന്ത. They are thinking, let the people wash our അല്ല feet. സഹോദരങ്ങളെ, യേശു യജമാനനായിരുന്നില്ല. No, brethren, Jesus wasn't a master. നമ്മുടെ യേശു ഒരു ദാസനായിരുന്നു. Our Jesus was a servant. അവനൊരു ദാസനെ പോലെയാണ് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയത്. Like unto a servant, he washed his feet at the disciples' അവർ feet. മുൻപോട്ട് കമന്ന് കിടക്കുകയാണ്. And he is leaning over. അവരുടെ കാലുകൾ പിന്നിലേക്ക് ഇരിക്കുകയാണ്. And their feet are behind. യേശു തന്റെ കരത്തിൽ അവരുടെ കാൽപാദങ്ങളെ പൊക്കി പിടിച്ചു. Jesus took those feet in his palms. അതിനുശേഷം വെള്ളം ഒഴിച്ച് കാലുകൾ കഴുകി. And he poured water and washed their feet. അതിനുശേഷം തന്റെ അരയിൽ ചുറ്റിയ ആ തുണി കൊണ്ട് അത് തുടച്ചു. And then he took the towel which he had girded and wiped നിങ്ങൾ എന്നെ it. എന്താണ് വിളിക്കുന്നത്? What do ye call me? ഗുരുവും കർത്താവുമാണ് ഞാൻ. Master and the Lord. ഞാനാണ് നിങ്ങൾക്ക് ഇത് ചെയ്തിരിക്കുന്നത്. It is me who has done this to you. എവിടെയാണ് ക്രിസ്ത്യാനിത്വത്തിന് ക്ഷതം സംഭവിക്കുന്നത്? Where has the Christianity failed? നമുക്ക് പലപ്പോഴും ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. We know great things. നമുക്ക് ഉണർവോട് ഉണർവാണ്. We have revival upon revival. ചിലർക്ക് അങ്ങോട്ട് ഉണർവ് കയറിയാൽ 110 കയറും. Some people, they would be great revived. ഞാൻ പറഞ്ഞിട്ട് അത്ര ഉണർവ് വേണമെന്നില്ല. It is not much needed. ആ പ്രമാണങ്ങൾ പാലിച്ച് നീതിയോടങ്ങ് ജീവിച്ചാൽ മതി. It is better to practice the doctrines and live righteously. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the Lord. യേശുവാണ് സ്ത്രീകന്മാരുടെ കാൽപാദങ്ങൾ കഴുകിയത്. It was Jesus who washed the feet of his disciples. അതെപ്പോഴും നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിക്കണം. Let us keep it in our remembrance. നിങ്ങൾ എന്നെ ഗുരു എന്നാണോ വിളിക്കുന്നത്? Are you calling me നിങ്ങളുടെ master? വീണ്ടെടുപ്പുകാരനായ കർത്താവും ഗുരുവുമായ ഞാനാണ് ഇത് ചെയ്യുന്നത്. It is your Redeemer and your Master, I, who is doing this to you. നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ ചിന്തിക്കാൻ ഒക്കുമോ? Can any one of us think like that? പോപ്പ് ഫ്രാൻസിസ് ഒരിക്കൽ മെക്സിക്കോയിലേക്ക് പോയി. Pope Francis once visited Mexico. താൻ ആ മെക്സിക്കോയിലെ ഒരു ജയിലറയിലേക്ക് പോയി. And he went into a prison over there. അവിടെ ധാരാളം കുറ്റവാളികൾ ഉണ്ടായിരുന്നു. And there were various prisoners over there. അദ്ദേഹം അവരുടെ കാൽപാദങ്ങളെ കഴുകി. He started washing their feet. അപ്പോൾ അവരത് സമ്മതിച്ചില്ല. They did not permit him to do so. അങ്ങ് ഇത് ചെയ്തുകൂടാന്ന് പറഞ്ഞു. Oh, it should not done
അപ്പോൾ done by you. അദ്ദേഹം പറഞ്ഞത്, Then he said, എന്റെ ഗുരുവും കർത്താവുമായവൻ മുൻപേ ഇത് ചെയ്തു കഴിഞ്ഞിരുന്നു. my Lord and my Master has done this already. നമ്മുടെ യേശു വരാറായി. Our Jesus is coming അവൻ soon. നമ്മെ സമാധാനത്തോടെ കാണാൻ വാഞ്ചിക്കുക. And he is diligently seeking that we may found in peace. നമ്മുടെ കർത്താവിന്റെ ക്രൂശ് മരണത്തെ ഓർക്കണം. Let us meditate upon the death on the അത് cross. നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മറഞ്ഞു പോകരുത്. It should not be wiped away from our memory. അടുത്ത കാലത്ത് മരിച്ച ബില്ലി ഗ്രാമിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? Have you heard about Billy Graham who passed by recently? 20ാമത്തെ വയസ്സിൽ പ്രസംഗം ആരംഭിച്ചു. He started preaching at the age of 20. ദീർഘമായ 70 വർഷം താൻ പ്രസംഗിച്ചു. For long 70 years he preached. 90 വയസ്സ് കഴിഞ്ഞപ്പോൾ താൻ റെസ്റ്റ് എടുക്കാൻ തുടങ്ങി. After the age of 90 he started to take rest. ഏതാണ്ട് 120 രാജ്യങ്ങളിൽ യാത്ര ചെയ്തിരുന്നു. Traveled over 120 countries. താൻ ഇങ്ങനെ ക്ഷീണിതനാകാതെ പ്രസംഗിച്ചുകൊണ്ടേയിരുന്നു. Without any tiredness he kept on preaching. ഒരു ദിവസം വയോധ്യനായ തന്റെ മുറിയിൽ ഒരു പേപ്പറുകാരൻ ചെന്നു. One day a newspaper boy came to his room. അദ്ദേഹം ചോദിച്ചു, സാർ, ഇത്രയും വർഷം ഇത്രയും രാജ്യങ്ങളിൽ മനസ്സ് മടുക്കാതെ അങ്ങ് എങ്ങനെയാണ് യാത്ര ചെയ്തു പ്രസംഗിച്ചത്? Sir, for this long time with this long countries, how did you do this preaching without tiredness? അപ്പോൾ അദ്ദേഹം ഒരു ചെറിയ ചിരി ചിരിച്ചു. Then he smiled. അതിനുശേഷം തന്റെ വീട്ടിൽ വെച്ചിരിക്കുന്ന പടങ്ങൾ ഇങ്ങനെ നിരത്തി കാണിച്ചു. And then he showed him the pictures kept in his phone. കഴിഞ്ഞ ദീർഘ 70 വർഷം ദൈവരാജ്യം പ്രസംഗിച്ചതിന്റെ രഹസ്യം ഇതാണ്. This is the mystery for the preaching for the last 70 അപ്പോൾ ആ years. പേപ്പറുകാരൻ ശ്രദ്ധിച്ചു നോക്കി. The newspaper boy looked over there. എന്താണ് അവിടെ കണ്ട ചിത്രം? What were those pictures? യേശുവിന്റെ കയ്യിൽ അടിച്ച ആണികൾ അവിടെ ഊരി വെച്ചിരിക്കുന്ന ചിത്രമാണ്. It was a nail which was pierced in the hands of Jesus. രണ്ടാമത് യേശുവിന്റെ മുതുകിനെ പടയാളി അടിച്ച ചമ്മട്ടിയുടെ ചിത്രമാണ്. Next was the whip and the beating scar over there. മൂന്നാമതായി യേശുവിന്റെ തലയിൽ വെച്ച മുൾക്കിരീടത്തിന്റെ ചിത്രമായിരുന്നു. Nextly was the crown of thorns which was kept upon the Jesus നാലാമത് head. യേശുവിനെ ക്രൂശിച്ച ക്രൂശിന്റെ ചിത്രമായിരുന്നു. Nextly it was the picture of the cross on which Christ was crucified. ഇന്ന് ഞാൻ ആയിരിക്കുന്ന ലോഡ് എല്ലാറ്റിന്റെയും രഹസ്യം ഇതായിരുന്നു. And the secret behind all this today is because of this. നാം ആയിരിക്കുന്നത് നമ്മുടെ കർത്താവിന്റെ ക്രൂശിന്റെ മറവിലാണ്. We are behind the cross. ആകയാൽ നാം ആ ക്രൂശിനെ ഒരിക്കലും മറക്കരുത്. Therefore we should never forget that cross. നമുക്ക് യേശുവിന്റെ ക്രൂശിനെ ഒരു നാൾ കൂടെ ഓർക്കാം. Let us once again remember the cross of our Jesus. രണ്ടാമതായി നാം നോക്കുമ്പോൾ, Secondly, when we look upon, ഇതൊരു എളിമയുടെ മാർഗമാണ്. this is a path of humbleness. ഇതൊരു എളിമയുടെ മാർഗമാണ്. This is a path of humbleness. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the Lord. നമ്മുടെ ഇടയിൽ മുതിർന്ന അനേക പാസ്റ്റർമാരുണ്ടായിരുന്നു. There were great and mighty servants among us. അവരെല്ലാം എളിമയായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. And it was a great privilege that their humility and humbleness. പാസ്റ്റർ സി തോമസ് വലിയ എളിമയുള്ള മനുഷ്യനായിരുന്നു. Pastor A.C. Thomas was a humble man. ഇന്നും അനേകരുടെ മനസ്സിൽ ആ ചിത്രം നിൽക്കുകയാണ്. Even today it is there in the minds of many people. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the Lord. അനേക വിശുദ്ധന്മാർ. There are quite many saints. ഇപ്പോൾ ഓർമ്മയിൽ സൂക്ഷിക്കൂ, നമ്മുടെ മാർഗം എളിമയുടെ മാർഗമാണ്. Therefore keep it in remembrance that our path is a path of humbleness. ദൈവസന്നിധിയിൽ എളിമയോടെ ജീവിക്കണം. We have to live in a sight with humbleness. ഈ അടുത്ത ഭാഗത്തേക്ക് നാം കടന്നു വരുമ്പോൾ, When we come to the next portion, ഇതിന്റെ മറ്റൊരു വലിയ രഹസ്യം നമുക്ക് കാണാം. another great secret has been revealed over യേശു there. ഇങ്ങനെ കാൽപാദങ്ങളെ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ, When Jesus was washing their feet, സ്ത്രീഹന്മാരിൽ ഒരുവനുണ്ട്. there was one among these അദ്ദേഹം ഒരു apostles. നല്ല മനുഷ്യനാണ്. He is a very good man. പേര് പത്രോസ് എന്നാണ്. His name is Peter. പണ്ട് പേര് ഒറിജിനൽ നെയിം സീമോൻ എന്നാണ്. His original name is Simon. സീമോൻ എന്ന വാക്കിന്റെ അർത്ഥം ഞാങ്ങണ എന്നാണ്. And the meaning of the name Simon is the one who is wavering. ഞാങ്ങണ ഇങ്ങനെ നദീതീരത്ത് നിന്ന് ആടിക്കൊണ്ടിരിക്കും. And it would sway in the riverside. പക്ഷേ യേശു ആദ്യം കണ്ടപ്പോൾ, But when Jesus saw him, കെഫാ എന്ന് വിളിച്ചു. he called him Kepha. കെഫാ എന്ന് വിളിച്ചു. He called him Kepha. ആളാരാണ്? Who is he? ആളൊരു ഞാങ്ങണയാണ്. He is like a bamboo. ഓരോ കാറ്റിനും ആടി ഉലയുന്നതാണ്. He would sway upon each and every wind. അതിന്റെ അകം നിറച്ചു പൊങ്ങാണ്. And inside it is hollow. എല്ലാത്തിനും അങ്ങ് തിരക്കാണ്. And he is hasty for everything. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the അപ്പോൾ Lord. യേശു സ്ത്രീകന്മാരുടെ കാല് കഴുകി വരിക. And then Jesus is washing the feet of the disciples. യാക്കോബാണ് ഏറ്റവും വയോധ്യൻ. And Jacob is the oldest person. യാക്കോബൊക്കെ കാല് നീട്ടി കൊടുത്തിരിക്കുക. And James has left his leg over here. ഇദ്ദേഹത്തിന്റെ മനസ്സിൽ കത്താൻ തുടങ്ങി. And immediately his mind started to burn. അഹങ്കാരികൾ ഇരിക്കുന്ന കണ്ടില്ലേ? Oh, these proud people. എന്തു വന്നാലും എന്റെ കാല് കഴുകാൻ ഞാൻ സമ്മതിക്കത്തില്ല. Whatever it may be, I will not let him to wash my feet. ഓരോ ഊഴമായി And after each and every turn, പത്രോസിന്റെ അടുക്കലേക്ക് വന്നു. Jesus approached Peter. പത്രോസ് ചാടി എഴുന്നേറ്റു. Peter rose up. ഇല്ല കർത്താവേ. No, Master. ഇല്ല, എന്റെ കാല് കഴുകാൻ ഞാൻ സമ്മതിക്കത്തില്ല. No, I will not let you to wash my feet.
യേശുവിന് ഇതിനകത്ത് വലിയ ടെൻഷനൊന്നും ഇല്ല. Jesus wasn't tense much. ഇദ്ദേഹത്തിന്റെ ഉണർവിലും ടെൻഷൻ ഇല്ല, ഇദ്ദേഹത്തിലെ തണുപ്പിലും ടെൻഷൻ ഇല്ല. He is not worried about his revival nor his cold. അതാണ് അത്ഭുതം. That is the miracle. യേശു വളരെ ശാന്തനായി നിന്നു. Jesus with peace stood over യേശു there. പറഞ്ഞു, Jesus said, കേഫാ, Kepha, ഞാൻ നിന്റെ കാൽപാദങ്ങളെ കഴുകുന്നില്ലെങ്കിൽ if I wash thee not, നിനക്ക് എന്നോടുകൂടെ പങ്ക് ലഭിക്കത്തില്ല. thou hast no part in me. അവൻ ഞെട്ടിപ്പോയി. He was shocked. കർത്താവേ, നീ എന്നെ കഴുകുന്നില്ലേ, എനിക്ക് പങ്കില്ലേ? Lord, will you not wash me? Do not have a part? അപ്പോൾ എന്താ പറയുന്നത്? Then what did he say? യോ കർത്താവേ, എന്റെ കൈയും കാലും തലയും കൂടെ കഴുകണമേ. Then wash my entire body and my hands and my head. ആകപ്പാട് ഒരു കപ്പ് വെള്ളമല്ല ഉള്ളൂ, Only 1 mug of water. ബാക്കിയുള്ളവരെ കൂടെ കഴുകണ്ടേ? Doesn't he wash പിന്നെ others? യേശു സമാധാനിപ്പിച്ചു. Then Jesus comforted പക്ഷെ him. അതിൽ നിന്നൊരു സത്യം അറിയാം. But there was a great truth in it. ദൈവം കഴുകിയാലേ നമ്മൾ വിശുദ്ധരാകത്തു. Only if Jesus washes us, we will be clean. നമ്മൾ എത്ര വിശുദ്ധരാണെങ്കിലും ശരി, Although we may be a saint or a holy person, ദൈവം കഴുകിയാലേ നമ്മൾ വിശുദ്ധരാകത്തു. only if Jesus washes us, we will be clean. ഇതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, That's why David said, ഞാൻ നിർമ്മലനാകേണ്ടതിന് നീ എന്നെ ഒന്ന് കഴുകാമോ? in order to be pure, wash me. നമ്മളൊരു വർഷാവസാനത്തിലേക്ക് വരികയാണ്. We are approaching the year end. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെല്ലാം തിരുവത്താഴത്തിൽ പങ്കെടുക്കുന്നവരാണ്. We all do take part in the Holy Communion. പലപ്പോഴും അതിന്റെ ആഴങ്ങളൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. Many a times we do not understand the depth. ഇതിന്റെ ആഴം ഗ്രഹിക്കാത്തതുകൊണ്ട് നമ്മൾ ഈ ശുശ്രൂഷയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുകയില്ല. And without understanding the depth, we would not give. ഇത് ലോകത്തിൽ ഏറ്റവും വലിയ ആദരവോടെ ചെയ്യേണ്ടതാണ്. It is to be done with the most honorable way. ആദരവോടെ ഭയത്തോടെ ചെയ്യേണ്ടതാണ്. With great trembleness and fear, we should do അതിന്റെ it. പിന്നിലുള്ള ഭാഗം ബൈക്കിൽ നമുക്ക് പിന്നെ ചിന്തിക്കാം. Or else the repercussions can be studied later. അപ്പോൾ യേശു കഴുകിയാലേ നമ്മൾ വിശുദ്ധരാകത്തുള്ളൂ. Therefore, if Jesus washes us, only then can we be clean. ഇന്ന് രാത്രിയിൽ നമുക്ക് കർത്താവിന്റെ ക്രൂശിനെ ഒന്ന് ഓർക്കണം. Therefore, tonight we should meditate upon the cross of നമ്മുടെ Jesus. കർത്താവായ യേശുവിന്റെ താഴ്മ നമ്മൾ ഒരിക്കൽ കൂടെ ഒന്ന് ഓർക്കണം. We should remember the humbleness of our Lord Jesus Christ. എന്നെ കണ്ടവൻ എന്റെ പിതാവിനെ കണ്ടെന്നാണ് പറയുന്നത്. It is written, "He have seen me has seen my Father." അങ്ങനെയാണെങ്കിൽ നമ്മെ കണ്ടവൻ യേശുവിനെ കാണുമോ? Will those who see us see of Jesus? അവരിൽ അനേക വിശുദ്ധന്മാരുണ്ടായിരുന്നു. There were great saints among us. അവരുടെ എല്ലാം മുതൽക്കൂട്ട് അവരുടെ താഴ്മയായിരുന്നു. And their greatest wealth was their humbleness. താഴ്മയ്ക്ക് മുൻപിൽ ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല. Before their humbleness, no man could stand. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the Lord. നമ്മൾ യേശുവിനെ അനുഗമിച്ച ക്രിസ്ത്യാനികളാണ് നമ്മൾ. We are the Christians who are following Christ Jesus. നമ്മൾ താഴ്മയുള്ള മനുഷ്യരായിരിക്കണം. Therefore, we should be much humble. രണ്ടാമത് ദൈവം നമ്മളെ കഴുകണം. Secondly, Jesus should wash us. നമ്മുടെ പാപക്കറകളെ ദൈവം കഴുകി തരണം. Firstly, He should cleanse us from all the പലപ്പോഴും നമ്മൾ stains. യെരൂശലേം വിട്ട് എരിയോവിലേക്ക് പോയിട്ടുണ്ട്. Many a times we have left from Jerusalem and went to നമ്മൾ Jericho. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടിട്ടുണ്ട്. We were entrapped in the hands of the thieves. കള്ളന്മാർ നമ്മളെ അടിച്ച് ആഴത്തിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. And the thieves have beaten us and stricken us into wounds. ഇല്ല, ഇവിടെ ലേവ്യന് നിന്നെ സഹായിക്കാൻ ഒക്കത്തില്ല. No, the Levite cannot help you over here. ഇവിടെ പുരോഹിതന് നിന്നെ സഹായിക്കാൻ ഒക്കത്തില്ല. The priest cannot support you either. ഇവിടെ ന്യായപ്രമാണത്തിന് നിന്നെ സഹായിക്കാൻ ഒക്കത്തില്ല. No doctrines of the law can serve you, help you over ഇവിടെ here. യാഗങ്ങൾക്ക് നിന്നെ സഹായിക്കാൻ ഒക്കത്തില്ല. No sacrifices can help you here. എന്നാൽ നിന്റെ മുറിവ് കഴുകുവാൻ ശമരിയക്കാരനെ കൊണ്ട് കഴിയും. But there is a Samaritan who can wash your wounds. ഇന്ന് രാത്രി നമുക്ക് കർത്താവിനോട് പറയണം. Tonight you should say unto your Lord, അവേ, ഞാൻ വിശുദ്ധനാകേണ്ടതിന് നീ എന്നെ ഒന്ന് കഴുകണമേ. Lord, in order to be made pure and holy, wash me, O Lord. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the Lord. ദൈവം നമ്മെ കഴുകിയാലേ നമ്മൾ വിശുദ്ധരാകത്തുള്ളൂ. Only if we are being washed by the Lord, then can we be clean. ഇതിന്റെ ആഴം ഗ്രഹിച്ചപ്പോൾ പത്രോസ് എന്തു പറയുന്നു? Knowing the depths of the scripture, what St. Peter is saying, എന്റെ കൈയും കാലും തലയും കൂടെ കഴുകണമേ. wash thee not only my feet, but my hands and my head. ഓ, എന്റെ ചിന്തകളെ കഴുകണമേ. Wash my thoughts. എന്റെ പ്രവൃത്തികളെ കഴുകണമേ. Wash my deeds. എന്റെ കാലടികളെ കഴുകണമേ. Wash my works. നമുക്ക് വിശുദ്ധിയെ കുറിച്ച് അതിയായൊരു വാഞ്ച നമുക്കുണ്ടായിരിക്കണം. We need a great desire and concern about holiness. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the ഞാൻ Lord. പറഞ്ഞല്ലോ, ഇത് വളരെ ആദരവോടെ ചെയ്യേണ്ടതാണ്. This is to be practiced with a great honor. കത്തോലിക്ക സഭയുടെ പശ്ചാത്തലം നമ്മൾ പഠിച്ചാൽ When we learn about the background of the Catholic അവർ ആ Church, വിശുദ്ധ കുർബാന കൈക്കൊണ്ട ശേഷം after taking part in the Holy Mass, അതിന്റെ അംശ
അംശം നാവിൽ നിന്ന് പോകുന്നത് വരെ തുപ്പുക പോലും ചെയ്യത്തില്ല. Until it is when they will not spit. എന്നാൽ നമുക്ക് ആ വക കാര്യങ്ങളെ കുറിച്ചൊന്നും വലിയ അറിവൊന്നുമില്ല. But we are not much bothered about all those നാളെ things. തിരുവത്താഴ് നടക്കുമ്പോ ഒരു അമ്മ ഒരു കുഞ്ഞിന്റെ കൈ വെച്ച് നീട്ടി ഇതിനോട് ഇച്ചിരി കൊടുത്തേച്ച് പോവാ, കുഞ്ഞ് കരയുന്നു. When recently a mother along with a child came for the communion, വാസപ്പച്ച ഇതിനോട് ഇച്ചിരി കൊടുത്തേച്ച് പോവാനാ. she asked to give some for the child too. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the Lord. നമ്മൾ അതിന്റെ ആഴങ്ങൾ ഗ്രഹിക്കുന്നില്ല. We are not understanding the depths of ഇത് this. വളരെ ആഴമേറിയ ഒരു സത്യമാണ്. It is a deeper truth. ഓർമ്മയിൽ സൂക്ഷിക്കൂ, യേശുവിന്റെ എളിമത്തം മനസ്സിൽ വരച്ചെടുക്കണം. Keep it in your mind that you have to picturize the humbleness of Jesus. യേശു വളരെ എളിമയുള്ള ആളായിരുന്നു. Our Jesus was a very meek അവൻ എത്ര person. ഉയരങ്ങളിൽ പറന്നുയർന്നാലും മനസ്സിന്റെ എളിമത്തം നമ്മളെ വിട്ടു പോകരുത്. Therefore, how hard you fly, you should not leave your humbleness. അതുപോലെ നമ്മൾ എത്ര വിശുദ്ധരാണേലും ദൈവം തമ്പുരാൻ കഴുകിയാലേ നമ്മൾ വിശുദ്ധരാകത്തുള്ളൂ. And likewise, how much holy we are, yet only if Jesus washes we become. യേശു നമ്മളെ കഴുകണം. Jesus should wash us. യൂദായുടെ കാൽപാദങ്ങൾ യേശു കഴുകിയിരുന്നു. Jesus washed the feet of Judas. അവൻ ആ അപ്പവും ആ വീഞ്ഞും വാങ്ങി ഭക്ഷിച്ചിരുന്നു. And he feeded from that bread and wine. പക്ഷേ യേശു അവനെ കഴുകിയെങ്കിലും അവന് വിശുദ്ധനാകാൻ കഴിഞ്ഞില്ല. Although Jesus washed him, he could not be clean. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കരുത്. Let it not happen in our lives. അടുത്തതായി നമ്മൾ നോക്കുമ്പോൾ Nextly, when we look upon ഈ സംഭവം യേശു പറയുകയാണ്, this incident is said by ഞാൻ Jesus. സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണ്. I am the bread which has come from heaven. എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. And those who feed me shall live in me. യോഹന്നാന്റെ സുവിശേഷം Gospel of John, 6-ാം അധ്യായം chapter 6. 54 തുടങ്ങി 56 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ When we read from verse 54 to 56, അവിടെ നമ്മുടെ യേശു പറയുകയാണ്, there our Jesus is ഞാൻ saying, സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണ്. I am the bread which come from heaven. എന്നെ ഭക്ഷിക്കുന്നവൻ എൻ മൂലം ജീവിക്കും. And he that eateth my flesh shall live in me. അടുത്ത വാക്യേതാണ്? What is the next അന്തിമ word? നാളിൽ പിതാവായ ദൈവം അവനെ ഉയർപ്പിക്കും. And in the end of the days, the Lord Father Lord shall raise ഈ him. ശുശ്രൂഷയുടെ ആഴം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? So have you thought about the depths of this ministry? കർത്താവായ യേശു മടങ്ങി വരുമ്പോൾ When Christ Jesus shall come back, ഞാനും നിങ്ങളും മരിച്ചു മൺമറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, even if we have gone into the depths of the land, even if we are dead, നമ്മെ ഉയർപ്പിക്കണമെങ്കിൽ in order to resurrect us, ആ യേശുവിന്റെ ജീവൻ നമ്മിൽ ഉണ്ടായിരിക്കണം. the life of Jesus should be working in us. ആ വാക്കൊന്ന് വായിച്ചാട്ടെ. Can we read that verse? എന്റെ മാംസം തിന്നുകയും എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ ശ്രദ്ധിക്കുക, ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കും. അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. I will raise him up in the last day. ഒടുക്കത്തെ നാളിൽ മഹിമയോടെ ഉയർക്കണമെങ്കിൽ, In order to be resurrected with a glory on the last day, ഈ അപ്പവും ഈ അല്ലെ യേശുവിന്റെ രക്തവും മാംസവും നമ്മൾ ഭക്ഷിച്ചിരിക്കണം. we have to eat the blood and the bread of Jesus. ചിലര് 10-20 കൊല്ലമൊക്കെ ഇങ്ങനെ വിശ്വാസികളായി തുടരുന്നവരുണ്ട്. There are some people who live for 10 or 20 years in this faith. തിരുവത്താഴ് സമയമാകുമ്പോൾ അവരങ്ങ് എഴുന്നേറ്റ് പോകും. In the time of the Holy Communion, they will rise up and go. പാസ്റ്റർമാർ പ്രമാണം പറഞ്ഞ് കേൾപ്പിക്കുമ്പോൾ അവരങ്ങ് എഴുന്നേറ്റ് പോകും. When pastors say about the doctrines, they will rise up and go. ഒരുപക്ഷെ ഇന്ന് വരെ അത് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. Maybe it has happened to many of you. ഇനിയും നിങ്ങളിൽ അത് സംഭവിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. But beware, it should not happen to you again. കാര്യം യേശു വരുമ്പോൾ നിങ്ങളുടെ ശരീരങ്ങൾ ഉയർക്കണമെങ്കിൽ യേശുവിന്റെ രക്തവും മാംസവും നിങ്ങളിൽ ഉണ്ടായിരിക്കണം. Because if you want to be resurrected in the day of the Lord, you should have the blood and the bread of Jesus. അവിടെ യേശു പറയുകയാണ്, Jesus is saying, എന്റെ മാംസവും എന്റെ രക്തവും ഭക്ഷിക്കുന്നെങ്കിൽ, if you eat my meat, my flesh, and drink my blood, നിങ്ങൾക്ക് നിശ്ചയമായും നിത്യജീവൻ ഉണ്ടാകും. surely you shall have eternal life. അതില്ലെങ്കിൽ നമുക്ക് നിത്യജീവൻ ഇല്ലെന്ന്. That means if you do not have, you don't have life. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the Lord. അപ്പോൾ നാം യേശുവിന്റെ രക്തവും മാംസവും ഭക്ഷിക്കണം. Therefore we should feed upon the blood and the flesh of ആ Jesus. രക്തത്തിലാണ് ജീവൻ ഇരിക്കുന്നത്. Because in that blood there is life. പഴയ നിയമത്തിൽ ദൈവം എന്തു പറയുന്നു? What is it said in the Old Testament? ദൈവം മോശയോട് പറയുകയാണ്, God is saying unto Moses, മോശേ നീ ഇസ്രായേലിനോട് അരുളി ചെയ്യുക, Moses command unto the Israelites, നിങ്ങൾ യാതൊന്നിന്റെയും രക്തം ഭക്ഷിക്കരുത്. you shall not feed on the blood of anything. യാതൊന്നിന്റെയും രക്തം ഭക്ഷിക്കരുത്. You should not feed on the blood of any offering. അടുത്ത വാക്കേതാണ്? What is the next word? രക്തത്തിലല്ലോ ജീവൻ ഇരിക്കുന്നത്. Where the life lieth in the blood. അതുകൊണ്ട് രക്തം ഭക്ഷിക്കുന്നവരോട് ഞാൻ അതിന്റെ പ്രതികാരം ചോദിക്കും. Therefore those who feed upon the blood, I shall take avenge upon പക്ഷേ them. യേശു ഇപ്പോൾ എന്താണ് പറയുന്നത്? But now what Jesus is saying, ഇത് വാങ്ങി ഭക്ഷിപ്പി.
come and eat. ഇത് വാങ്ങി കുടിപ്പീൻ. Come and drink. ഇത് എന്റെ രക്തമാണ്. Because this is my blood. അനേകർക്ക് വേണ്ടി ചൊരിയുന്ന പുതിയ നിയമത്തിന്റെ രക്തമാണ്. It is the blood which is shed for many in the New Testament. നിങ്ങൾ ഇത് വാങ്ങി കുടിപ്പീൻ. You have to come and drink of it. അപ്പോൾ സ്ത്രീകന്മാർ അത് വാങ്ങി ഭക്ഷിച്ചിരുന്നു. And therefore the disciples came and fed on ആ it. ഓർമ്മ ഇന്നും സഭയിൽ തുടരുന്നു. And that remembrance is still practiced even അപ്പോൾ today. യേശുവിന്റെ രക്തം നമ്മിൽ ഉണ്ടെങ്കിലേ നമുക്ക് നിത്യജീവൻ ഉണ്ടാകൂ. Therefore only if we have the blood of Jesus we will have eternal life. യേശുവിന്റെ മാംസം ഭക്ഷിച്ചാലേ നമുക്ക് നിത്യജീവൻ ഉണ്ടാകൂ. Only if we feed upon the flesh of Jesus we will have eternal life. പലപ്പോഴും ഇതിന്റെ ആഴങ്ങൾ നമ്മൾ ഗ്രഹിക്കാറില്ല. Many a times we do not understand the depth of the scripture. ഇതിന്റെ ആഴങ്ങൾ ഗ്രഹിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. But if we do understand we would be wondered. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the Lord. ഇതൊന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഇത് ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത്. Therefore it is better if we understand the depth and do it. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Lord. അപ്പോൾ യേശുവിന്റെ രക്തവും മാംസവും ഭക്ഷിച്ചാലേ Only if we feed upon the flesh and blood of Jesus നമുക്ക് നിത്യജീവൻ ഉണ്ടാകത്തുള്ളൂ. we will have eternal life. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the അപ്പോൾ Lord. ആ യേശുവിന്റെ ക്രൂശിന്റെ ഓർമ്മയാണിത്. First of all, it is the remembrance of the cross of Jesus. നമ്മുടെ കർത്താവായ യേശുവിന്റെ എളിമയുടെ മാർഗ്ഗമാണിത്. It is the walk of the humbleness of our Lord. യേശു നമ്മെ കഴുകിയാലേ നമ്മൾ വിശുദ്ധരാകത്തുള്ളൂ. Only if Jesus washes us, we will be clean. അതിലുപരിയായി And above that, ഇത് രക്തവും മാംസവും ഭക്ഷിച്ച് നിത്യജീവൻ പ്രാപിക്കുകയാണ്. we are feeding upon that flesh and blood in order to attain eternal ഈ life. അറിവോടുകൂടെ ഈ തിരുവത്താഴത്തിൽ പങ്കാളികളായവരുണ്ടോ? Is there anybody who has partaken with this experience? ഇപ്പൊ അടുത്ത കാലത്തെ ഒരു സ്നേഹിതൻ എന്നോട് ആവശ്യപ്പെട്ടു. Recently, a friend of mine asked me, അത് കറക്റ്റ് ആയിട്ട് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണമേ. Pastor Pacha, can you explain it clearly? ഇതിന്റെ ആഴമൊന്നും നമ്മൾ ഗ്രഹിക്കുന്നില്ല. We do not understand the depth of the ഒരു ആഴം scripture. അറിവോടുകൂടെ ആയിരിക്കും നാം ചെയ്യേണ്ടത് കേട്ടോ. We should practice it with great understanding. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the Lord. ചില നാളുകൾക്ക് മുമ്പ് ഞാൻ ഒരു സ്ഥലത്ത് ഇത് പ്രസംഗിച്ചപ്പോൾ A few days ago, when I preached in another place, ഒരു സഭയിലെ പുരോഹിതൻ കേട്ടു. a priest of the church heard it. ശേഷം അദ്ദേഹം മറ്റൊരാളോട് പറഞ്ഞു, After that, he told to another ഞാൻ person, ഇതൊന്നും അറിഞ്ഞുകൊണ്ടല്ല ഈ പണിയൊക്കെ ചെയ്യുന്നത്. I am not doing this intentionally. ഇതിന്റെ പുറകിൽ മരണവും രോഗവും ബലഹീനതയും ഒക്കെ കിടക്കുന്നോ, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലെന്ന്. I did not know there was death and sickness and tribulations behind it. അപ്പൊ നമ്മള് ഇതിന്റെ ആ ചെറിയ രൂപരേഖയെങ്കിലും ഒന്ന് മനസ്സിൽ വരച്ചിരിക്കണം. Therefore, we should have a small picture about this. നാം ആ അന്തിമ അത്താഴത്തിൽ പങ്കാളിയാകുമ്പോൾ When we partake in that Holy ഇപ്പോൾ Communion, ഇദ്ദേഹമായിരിക്കാം എന്റെ കാൽപാദം കഴുകി തരുന്നത്. maybe he is the one who is washing my feet. ഞാനത് യേശുവിന്റെ രൂപത്തിൽ വേണം അദ്ദേഹത്തെ കാണാൻ. I should see him in the image of Jesus. നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഒരു കഷ്ണം ബ്രെഡ് ആയിരിക്കും നമുക്ക് തരുന്നത്. Maybe it is the bread brought from the market which is പക്ഷേ given അത് to നമ്മുടെ us. യേശുവിന്റെ മാംസമായി തന്നെ നാം കാണണം. But we should see it as the flesh of Jesus. ഒരുപക്ഷേ നമുക്കൊരു അല്പം ഒരു വീഞ്ഞായിരിക്കും തരുന്നത്. Maybe a little wine would be given ഇത് to നമ്മുടെ us. കർത്താവായ യേശുവിന്റെ രക്തമായി തന്നെ നമ്മൾ കാണണം. We should see it as the blood of Jesus Christ. ഇത് നിങ്ങളിലേക്ക് ചെന്ന് ചേർന്നാൽ When it merges in you, നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകും. you shall surely have eternal life. നിങ്ങൾ മരിച്ച 1000 വർഷം കഴിഞ്ഞെന്നിരിക്കട്ടെ. Even if 1,000 years has passed after your death. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ മരിച്ച 1000 വർഷം കഴിഞ്ഞെന്നിരിക്കട്ടെ. Dear brethren, even if 1,000 years has passed after your death. നിങ്ങളുടെ അസ്ഥിയും മാംസവും പൊടിഞ്ഞ് ഭൂമിയോട് ചേർന്നെന്നിരിക്കട്ടെ. Even if your bones and flesh has gone merged into the world. എന്നാൽ ഒരു ദിവസം യേശു വരും. But one day the Lord shall appear. യേശു എന്ത് പറയുന്നു? What is Jesus saying? എന്റെ ആടുകളെ എനിക്കറിയാം. I know my sheep. ഞാനാണ് അവയ്ക്ക് നിത്യജീവൻ കൊടുത്തത്. Because I have bestowed eternal ഞാൻ അവയെ life. പേർ ചൊല്ലി വിളിച്ചു പുറത്തു കൊണ്ടുവരും. I shall call their name and bring them out. എത്ര ദൈവമക്കൾ അത് വിശ്വസിക്കുന്നു? How many children of God believe that? കർത്താവേ, ഈ വിശുദ്ധമായതിൽ എനിക്കും പങ്ക് തന്നല്ലോ. Oh Lord, thou hast given me the privilege to take part in this holy communion. നിന്റെ ജീവന്റെ ഭാഗമായ രക്തവും മാംസവും എനിക്ക് തന്നല്ലോ. The flesh and the blood which is a part of your life you have given to me. അതെന്നിലേക്ക് നിത്യജീവനെ കൊണ്ടുവന്നല്ലോ. And it has brought in eternal life. ഞാൻ ഒടുക്കത്തെ നാളിൽ ഉയർത്തു വരും. In the last day I shall surely resurrect. എന്നിലുള്ള രക്തം യേശുവിന്റെ ജീവനാണ്. Because the blood in me is the life of Jesus. എന്റെ മാംസം യേശുവിന്റെ മാംസമാണ്. And the flesh of Jesus is in me. എന്റെ ഉള്ളിൽ ഒരു അകത്തെ മനുഷ്യനുണ്ട്. There is an inner man in അതിലെ me. ജീവനും രക്തവും എന്റെ യേശുവിന്റേതാണ്. And the flesh and the blood is the flesh and blood of Jesus. യേശു വരുമ്പോൾ ഒടുക്കത്തെ നാളിൽ എന്നെ ഉയർപ്പിക്കും. When Jesus shall appear on the last day, I shall surely be resurrected. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ.
ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the Lord. അപ്പോൾ ഇത് നിത്യജീവന്റെ ഭാഗമാണ്. Therefore it is a part of eternal life. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the Lord. നമ്മൾ ആ മനോഭാവത്തോടെ വേണം ഇത് ഭക്ഷിക്കുവാൻ. With that mentality we should feed upon it. ദൈവത്തിന് വീണ്ടും നാം തിരുവചനത്തിലേക്ക് വരുമ്പോൾ Again when we come to the scriptures, അടുത്തതായി ഇത് ഒരു കൂട്ടായ്മയെ കാണിക്കുകയാണ്. next it is showing about a fellowship. വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ When St. Paul is writing unto the Corinth church, 1 കൊരിന്ത്യർ 10-16 വാക്യം, in 1 Corinthians chapter 10 and verse 16, അവിടെ പൗലോസ് പറയുന്നു, St. Paul is saying there, നാം നുറുക്കുന്ന അപ്പം അത് കൂട്ടായ്മയുടെ ഭാഗമാണ്. the cup of the blessing and the bread which we break, is it not the communion? ഒരപ്പത്തിന്റെ അവകാശികളാണ്. Are we not the partakers of one bread? നാം നുറുക്കുന്ന അപ്പം അത് കൂട്ടായ്മയാണ്. The bread which we break is a communion. പാസ്റ്റർമാരത് പ്രാർത്ഥിച്ച് നുറുക്കി നിങ്ങൾക്ക് തരുന്നില്ലേ? Pastors break and give it to you. ആ അപ്പം കൂട്ടായ്മയുടെ ഭാഗമാണ്. It is part of the fellowship of the ഒരു communion. നാളെങ്കിലും അതിൽ പങ്കാളികളായവരെ, Or those who have taken part in it. ഒരു നാളെങ്കിലും ആ അപ്പത്തിലും രക്തത്തിലും പങ്കാളികളായവരെ, All those who have at least taken once a part in that blood and flesh. നിങ്ങൾക്ക് നിങ്ങളുടെ പിതാവായ ദൈവത്തോടൊരു കൂട്ടായ്മയുണ്ട്. You have a fellowship with your Father. നിങ്ങൾക്ക് നിങ്ങളുടെ കർത്താവായ യേശുവിനോടൊരു കൂട്ടായ്മയുണ്ട്. You have a fellowship with your Lord Jesus Christ. നിങ്ങൾക്ക് കർത്താവായ യേശുവിന്റെ ശരീരമായ സഭയോടൊരു കൂട്ടായ്മയുണ്ട്. And you have a communion with the church, which is the body of Christ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, And that's why St. Paul is നാം saying, നുറുക്കുന്ന അപ്പം കൂട്ടായ്മയുടെ ഭാഗമാണ്. the bread which we break is the part of the communion. ഒന്ന് വായിച്ചാട്ടെ, 1 കൊരിന്ത്യർ 10-16 വാക്യം. 1 Corinthians 10:16. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? രക്തത്തിന്റെ കൂട്ടായ്മയാണ് അടുത്തത്. നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? അടുത്തത്, അപ്പം ഒന്നാകൊണ്ട് പലരായി നാം ഒരു ശരീരമാകുന്നു. പലരായി നാം ഒരു ശരീരമായി തീരുന്നു. Therefore we being many, we have become one. നമുക്കെല്ലാം വിശദമായി ചിന്തിപ്പാൻ സമയം പോരാ. We do not have the time to meditate in detail. ദൈവം അനുവദിച്ചാൽ തുടർന്ന് നമുക്ക് ഇതിന്റെ ആഴങ്ങൾ ചിന്തിക്കാം. God permits, we will meditate upon it continuously. യേശു തന്റെ രക്തവും തന്റെ മാംസവും നമുക്ക് തന്നിരുന്നു. Jesus gave his flesh and blood for us. അതൊരു വലിയ കൂട്ടായ്മയാണ്. It is a great communion. അതുകൊണ്ട് ഒരു കാരണവശാലും നാം ഇത് വിട്ടൊഴിയാൻ പാടില്ല. Therefore no way shall you leave it or be away from it. സഭയുടെ അടിസ്ഥാന ഉപദേശമാണ്. Because it is the fundamental doctrine of the church. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the Lord. യേശുവിന്റെ രക്തവും മാംസവും നാം ഭക്ഷിക്കണം. We should feed upon the meat and the flesh, the blood of Jesus. അത് നാം ഭക്ഷിക്കുമ്പോൾ And when we feed upon it, ദൈവത്തോടൊരു കൂട്ടായ്മയുണ്ട്. you have a communion with the Lord. നമുക്ക് വിശുദ്ധന്മാരോടൊരു കൂട്ടായ്മയുണ്ട്. You have a fellowship with the saints. നമ്മുടെ യേശുവിന്റെ കഷ്ടതയോട് നമുക്കൊരു കൂട്ടായ്മയുണ്ട്. We have a communion with the sufferings of Christ Jesus. എപ്പോഴും ഈ അറിവ് നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കണം. We should always have this knowledge in our mind. പലപ്പോഴും നമ്മൾ ഇതിന്റെ ആഴങ്ങളൊന്നും ഗ്രഹിക്കുന്നില്ല. Many times we do not understand the depth of the ഇപ്പോൾ scripture. നമുക്ക് ജാനുവരി വരുമ്പോഴും നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു നല്ല താഴം ഉണ്ടായിരിക്കും. In the month of January again we would be having a common communion. അപ്പൊ നമ്മളെല്ലാം അതിൽ പങ്കാളികളായി തീരും. Therefore we'll all be partakers of it. സ്വർഗ്ഗം എല്ലാവരെയും അതിനായിട്ട് ഒരുക്കട്ടെ. May the heaven prepare everybody for ദയവായി that. ആരും ഒഴിഞ്ഞു പോകരുത്. No man shall stay away from it. ഞാൻ വളരെ എന്റെ ശുശ്രൂഷയുടെ ആരംഭ നാളിൽ In the beginning days of my ministry, ഞാൻ റാന്നിക്കടുത്ത് ചേത്തക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ, when I was ministering at Chetakal, a place near അവിടെ Rani, ഒരു വയോധനായ മനുഷ്യനാണ് ഇതെനിക്ക് പറഞ്ഞു തന്നത്. an elderly man explained this to me. എന്നോട് പറഞ്ഞതാണ്, പാസ്റ്ററേ, He said unto me, Pastor, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. this is an important portion. അതുകൊണ്ട് പൗലോസ് തന്റെ ലേഖനത്തിൽ ഇങ്ങനെ എഴുതി, Therefore St. Paul has written in his നിങ്ങൾ epistle, കൂടി വരുമ്പോഴൊക്കെയും ഇത് ചെയ്യുവീൻ എന്നാണ്. whenever you come together you shall do it. ഇന്ന് നമുക്ക് കൂടി വരുന്നുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. And they did not have the situations for gathering together. ക്രിസ്ത്യാനികളെല്ലാം ചെതറി ഓടിപ്പോയി. Because the Christians were scattered and ran away. ഇങ്ങനെ യാത്രമധ്യേ പോകുമ്പോൾ, And in the midst of their journeys, ക്രിസ്ത്യാനി ഇപ്പോൾ ഒരു ഗ്രാമം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണെന്നിരിക്കട്ടെ. suppose a Christian is proceeding from one village to the other, അവരുടെ കയ്യിൽ അപ്പവും വീഞ്ഞും കാണും. they will surely have a bread and wine. പോകുന്ന വഴിയിൽ മറ്റൊരു ക്രിസ്ത്യാനിയെ കണ്ടെന്നിരിക്കട്ടെ. Suppose if they meet another Christian on the way, അവർ തമ്മിൽ പറയും, they will come, they'll say to each other, മാറാനാഥാ, Maranatha, മാറാനാഥാ. Maranatha. രണ്ടുപേരും കൂടെ ചേർന്ന് പ്രാർത്ഥിക്കും. They will together pray. അതിനുശേഷം അവർ പരസ്പരം യേശുവിന്റെ ക്രൂശിനെ ഓർത്ത് അവർ അപ്പം നുറുക്കുമായിരുന്നു. And then remembering about the cross of Jesus, they would break the bread. നമുക്കുള്ള സൗകര്യങ്ങളൊന്നും അവർക്കുണ്ടായിരുന്നില്ല. They did not have the facilities as of we have today. ഇതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, കൂടി വരുമ്പോഴൊക്കെയും ചെയ്യുവീൻ. That's why St. Paul said, whenever you gather you shall do it. ഇതിന്റെ ആഴം നമ്മളൊന്ന് ഗ്രഹിക്കുക. Children of God,
to understand the depth of the scripture. നാം ഏറിയ ഭാഗവും ഈ പെന്തക്കോസ്ത് പശ്ചാത്തലമാണ്. Most of you are belonging to the Pentecostal background. അതുകൊണ്ട് ഇതിന്റെ ആഴം നമുക്ക് ഗ്രഹിക്കാനിടമില്ല. And therefore we do not have the chance to understand ഞാൻ the പറഞ്ഞില്ലേ, depth. അടുത്ത കാലത്ത് ഒരാൾ പറയാണ് നാരങ്ങ വെള്ളത്തിൽ മുക്കി കൊടുക്കുന്ന പണിയാണ്. Recently one person said it is a bird dipped in lime. അത് കേട്ട ഉടനെ ഒരാൾ എനിക്ക് ഫോൺ ചെയ്തു. Hearing that, immediately a person called me. അയ്യോ, പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിന്റേത് അങ്ങനെയാണോ? Is it likewise in the Pentecostal അല്ലെങ്കിൽ അതൊന്ന് ministry? പറയണമേ. Or else you should tell me. പ്രിയമുള്ളവരെ, നാരങ്ങ വെള്ളത്തിൽ മഞ്ഞ് മുക്കി കൊടുക്കുന്ന പണിയല്ല ഇത്. This is not a ministry where bread is dipped in lime. ഇത് കർത്താവായ യേശു സ്ത്രീകന്മാരെ പഠിപ്പിച്ചത് അതുപോലെ ചെയ്യുക. This is literally done just as Jesus Christ has done to his disciples. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the അപ്പോൾ Lord. നമുക്ക് ഈ പിതാവായ ദൈവത്തോടും Therefore, with the Father Lord നമ്മുടെ കർത്താവായ യേശുവിനോടും and with the Lord Jesus അവന്റെ Christ സഭയാം ശരീരത്തോടും and the body which is the നമ്മുടെ church യേശുവിന്റെ ക്രൂശിനോട് ഒരു കൂട്ടായ്മ വേണം. and a communion along with the cross also. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the Lord. സ്വർഗ്ഗം ഇത്ര വലിയ ഭാഗ്യം നമുക്ക് നൽകിയല്ലോ. Heavens have bestowed such a great opportunity. ദൈവം നമുക്ക് വിശുദ്ധന്മാരെ തന്നല്ലോ. Heavens have given us glorious saints. അവരോടൊപ്പം ചേർന്ന് യേശുവിന്റെ ശരീരത്തിൽ പങ്കാളികളാകാൻ ഭാഗ്യം ലഭിച്ചല്ലോ. And we are given the privilege to be partakers along with them in the blood of Jesus. എത്ര ദൈവമക്കൾക്ക് അതിൽ നന്ദിയുണ്ട്. How many children of God are thankful about it? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the Lord. നാം ഇത് നന്ദിയുള്ളവരായി നമ്മുടെ ദൈവത്തെ സ്നേഹിക്കണം. And with a grateful heart we should love our Lord. അതിലുപരിയായി And above all that, നമ്മുടെ വരും തലമുറയുടെ മനസ്സിൽ ഇതിന്റെ സംഭവം നമ്മൾ എഴുതി കൊടുക്കണം. and we have to write this down into the minds of the youngsters. പുതിയ തലമുറ അതിന്റെ ആഴങ്ങൾ ഗ്രഹിക്കാൻ ഒക്കുന്നില്ല. The newer generation is not able to understand the നമ്മുടെ depth. കൊച്ചു കുഞ്ഞുങ്ങളോടൊക്കെ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ If we ask our young lads, are you saved? കുഞ്ഞുങ്ങൾ അമ്പരന്ന് പോവുകയാണ്. The children are wondered. രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ അങ്ങ് വിഷമിക്കുക. They would be troubled if we ask, are you saved? അവർക്ക് അങ്ങോട്ട് ബോധ്യപ്പെടുത്താൻ ഒക്കുന്നില്ല. They cannot explain. നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്. We are the saved ones. അവയെ കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. We have to be aware about it. എന്താണ്, എങ്ങനെ രക്ഷിക്കപ്പെടും? How do we be saved? ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് നമ്മൾ ഏറ്റുപറയണം. We have to believe in your heart and confess with your mouth. പാരമ്പര്യ സഭകൾ അവ ഏറ്റുപറഞ്ഞുകൊണ്ടാണ് ഞായറാഴ്ച ആരാധന തുടങ്ങുന്നത്. Traditional churches do begin their services by confessing this thing. നമുക്കിടയിൽ അങ്ങനെയുള്ള ഏറ്റുപറച്ചിലൊന്നുമില്ല. In our midst there is no such practice. പിതാക്കന്മാർ സഭയിൽ പഠിപ്പിക്കുമായിരുന്നു. Our forefathers used to teach like this. ഏകസത്യ ദൈവമായി നിന്നെയും And the one and only God, നീ അയച്ച പുത്രൻ തമ്പുരാനെയും and upon thy son, അവന്റെ ക്രൂശ് മരണത്തെയും and upon his death on the cross, മരിച്ചവർക്കിടയിൽ നിന്നുള്ള അവന്റെ പുനരുദ്ധാനത്തെയും and his resurrection from the dead, അവന്റെ സ്വർഗാരോഹണത്തെയും and upon his ascension, അവൻ പിതാവിൽ നിന്ന് വാങ്ങി ഭൂമിയിൽ അയച്ച പരിശുദ്ധ റൂഹായെയും and upon the Holy Ghost which he brought it from the Father and sent to this world, മരിച്ചവരുടെ പുനരുദ്ധാനത്തെയും and upon the resurrection of the dead, അന്തിമ ന്യായവിധിയെയും and about the final ഞാൻ judgment. ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു. I do believe in my heart. അത് വാ കൊണ്ട് ഏറ്റുപറയുന്നു. And they confess with their mouth. അപ്പോൾ നാം രക്ഷിക്കപ്പെടുന്നു. And then shall we be saved. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the Lord. അതുപോലെ ആഴമേറിയ ഒരു സത്യമാണിത്. And such a greater, deeper doctrine is നാം this. പൗലോസ് ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ച് നമ്മളെ ഏൽപ്പിച്ചതാണ്. St. Paul received it from the Lord and delivered it unto us. ആകയാൽ നമുക്ക് യേശുവിന്റെ ക്രൂശ് മരണത്തെ ഒന്ന് ഓർക്കണം. Therefore we should meditate upon the death on the cross. കർത്താവിന്റെ താഴ്മയുടെ മാർഗം നമ്മുടെ മനസ്സിൽ വരയ്ക്കണം. It should be drawn in our mind the walk of the humbleness of Jesus. കർത്താവേ, ഓരോ നാളും നീ എന്നെ കഴുകണമേ, ശുദ്ധനാക്കണമേ എന്നൊരു വാഞ്ച നമുക്കുണ്ടാകണം. You should have a longing and a desire that, Lord, each day you should sanctify and cleanse me. അതിലുപരിയായി യേശുവിന്റെ രക്തവും മാംസവും ഭക്ഷിച്ച് ജീവൻ പ്രാപിക്കണം. And moreover that we should be revived and quickened by the life, by the blood and the flesh of Jesus. അതിലുപരിയായി വിശുദ്ധന്മാരോടും ദൈവത്തോടുമുള്ള കൂട്ടായ്മ നാം സൂക്ഷിക്കണം. And moreover we should have a fellowship and a communion with the Lord and the saints. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the ഞാൻ Lord. ഒരിക്കൽ പൂനായിൽ ഒരു മീറ്റിംഗിനായി പോയി. Once I was going to Pune for a meeting. അവിടെ നിന്ന് കുറേ അകലെ ഒരു ഗ്രാമമുണ്ട്. There was a village very far off. ആ ഗ്രാമത്തിൽ നിന്ന് 40 മൈൽ ദൂരം സൈക്കിൾ ചവിട്ടി വരുന്ന ഒരു ബാലനെ ഞാൻ കണ്ടു. And there was a lad who rided his bicycle 40 miles. ഞായറാഴ്ച ആരാധനയ്ക്ക് വരികയാണ്. He is coming for the Sunday service. അന്ന് അവിടെ ഒരു തിരുവത്താഴം ഉണ്ടായി. There was a holy communion അവൻ there. അതിൽ പങ്കെടുക്കേണ്ടതിന് In order to take part in ഒരു it, 40 മൈൽ ദൂരം സൈക്കിൾ ചവിട്ടി വരികയാണ്. he is riding his bicycle 40 miles. വിശുദ്ധന്മാരോടുകൂടെ ആ രക്തത്തിലും മാംസത്തിലും പങ്കാളികളായി തീരാൻ. In order to be partakers of the meat and the blood along with the saints. എനിക്ക് വലിയ അത്ഭുതം തോന്നിപ്പോയി. I was greatly unwondered. അവന്റെ ആ ഗ്രാമത്തിൽ അവൻ ഒരുവനേ ഉള്ളു ക്രിസ്ത്യാനി.
In his village, he is the only Christian. അവൻ എങ്ങനെയോ രക്ഷിക്കപ്പെട്ടവനാണ്. Somehow he was saved. അവൻ അവിടുന്ന് 40 മൈൽ ദൂരം സൈക്കിൾ ചവിട്ടി വരികയാണ്. He is riding his bicycle 40 miles to come over ഞാൻ there. ചോദിച്ചു, എന്തിനാണ് ഇത്രമാത്രം കഷ്ടപ്പെടുന്നത്? I asked him, why are you suffering much? അത് വിശുദ്ധന്മാരോടും യേശുവിനോടും കൂടെ കൂട്ടായ്മയിൽ എനിക്കൂടെ പങ്ക് ലഭിക്കണം. Because I want to be part along with the saints and with the Christ Jesus. ആകയാൽ നമ്മൾ ആഴമായി ഈ മാർഗത്തെ സ്നേഹിക്കണം. Therefore we have to love this in greater depth. അടുത്ത ഭാഗത്തേക്ക് നാം വരുമ്പോൾ When we come to the next portion, നാം കുറെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. we have to be careful about various things. പൗലോസ്ലീഹ പറയുന്നു, St. Paul is saying, 1 കൊരിന്ത്യർ 11 അധ്യായം 1 Corinthians chapter 11, അതിന്റെ 27 28 വാക്യം, verse 27 and verse 28. ആ വാക്യം ഇച്ചിരി കർക്കശമാണ് പറയുന്നത്. It is mentioned strictly over ഇത് there. തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം കഴിക്കാൻ. You have to examine yourself and eat it. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയും അയോഗ്യമായി ഈ അപ്പം വാങ്ങി തിന്നരുത്. Therefore unworthily you shall not feed this bread. അയോഗ്യമായി പാനപാത്രം കുടിക്കരുത്. Unworthily you shall not take part in the blood. ഞാനത് പലപ്പോഴും വായിക്കുമ്പോൾ ഓർത്തിട്ടുണ്ട്. Many a times when I read this I remember. കുറെ കാര്യങ്ങൾ എഴുതിയിരിക്കുന്ന വായിച്ചാൽ ഭയപ്പെട്ട് വിറച്ചു പോകും. If we read those portions we would be trembling. ഭയങ്കര ഭയത്തോടെ ചെയ്യേണ്ട കാര്യമാണ്. We have to do it with great reverence. അയോഗ്യമായി തിന്നരുത്. We should not eat it unworthily. അയോഗ്യമായി പാനപാത്രം കുടിക്കരുത്. We should not drink the cup unworthily. കുടിച്ചാൽ ഇത് നിമിത്തം നിങ്ങൾ കുറ്റക്കാരായി തീരും. If you drink it unworthily, you shall be guilty of it. ഒരു വാക്കാണ് എഴുതിയിരിക്കുന്നത്. What a great word. എന്നാൽ നിങ്ങൾ കുറ്റക്കാരായി തീരും. You shall be guilty of it. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the Lord. ഒന്ന് വായിച്ചാൽ. Shall we read? അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനായി തീരുമെന്നേ. You shall be guilty നമ്മൾ upon it. വേണേ ചിന്തിക്കും, കർത്താവേ ഇനി എന്നാ ഈ തിരുവത്താഴത്തിൽ നിന്ന് ഒഴിഞ്ഞിരുന്നേക്കാം. Then you may think, okay, it is better to stay away from it. ഒഴിഞ്ഞിരുന്നെങ്കിൽ ഒഴിഞ്ഞിരുന്നോ, യേശുവിന്റെ ജീവൻ നമുക്ക് ഉണ്ടാകത്തില്ല. But if you stay away, you will not have the life of Jesus in you. പക്ഷെ അയോഗ്യമായി തിന്നരുത്. But you should not eat it unworthily. തിന്നാൽ നമുക്ക് പണിഷ്മെന്റ് കിട്ടും. If you eat it, you shall surely be punished. യാതൊരു സംശയവും ഇല്ല. No doubt in that. വാക്കൊക്കെ വായിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. We would be wondered reading those words. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the Lord. ഏറ്റവും ഈ ക്രൈസ്തവ സമൂഹത്തിലെ ശുശ്രൂഷയിൽ ഏറ്റവും ആദരവോടെ ചെയ്യേണ്ട കാര്യമാണ്. With great reverence and honor we should do this ministry. അടുത്ത കാലത്തെ ഒരാൾ എന്നോട് പറഞ്ഞു, Recently a person told താൻ me ഒരു സ്വതന്ത്ര ചർച്ചിലെ പാസ്റ്ററായി. he was a person of an independent denomination. അപ്പോൾ തന്റെ ചർച്ചിൽ ഇതുപോലെ ഒരു കർത്തൃമേശ നടക്കുകയാണ്. So in his church there was a communion service. ജ്യേഷ്ഠനും അനിയനും തമ്മിൽ കലഹമാണ്. So brethren, elder and the younger was fighting. പക്ഷെ അവരെ തമ്മിൽ പറഞ്ഞു നിരപ്പിക്കാൻ ഒക്കുന്നില്ല. But there is no way to reconcile them. അപ്പോൾ മറ്റു വിശ്വാസികൾ പറഞ്ഞു, പാസ്റ്ററേ അവരവരുടെ വഴിക്ക് പോട്ടെ, നമുക്ക് തിരുവത്താഴം നടത്താം. Then the other believers came and said, let them go their way, we will have the communion അപ്പോൾ service. പാസ്റ്റർ അത് സമ്മതിച്ചു. Pastor accepted ആ it. തിരുവത്താഴത്തിന്റെ സമയമായി. At the time of the communion, താൻ ഇങ്ങനെ ബ്രെഡ് കൊടുക്കാൻ തുടങ്ങുമ്പോ when he was serving the bread, അതിൽ ഒരുത്തൻ ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്ന്, one person arose from it and came. ഇതൊന്നും വേണ്ടാടോ എന്ന് പറഞ്ഞ് He said, we don't need this. ആ ബ്രെഡ് എടുത്ത് മിച്ചത്തോട്ട് ഒച്ചയേറി. He took that bread and cast it into the ground. എല്ലാവരും അങ്ങ് ഐസായി. Everybody was stunned. ആ പാസ്റ്റർ അത് എടുക്കാനൊന്നും പോയില്ല. Pastor did not go and take it. പാസ്റ്റർ പ്രാർത്ഥിച്ച് മീറ്റിംഗ് അവസാനിച്ചു. Pastor prayed and finally 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു നായ ആ ബ്രെഡ് അങ്ങ് എടുത്തോണ്ട് പോയി. after 5 minutes a dove came and പക്ഷെ took it. അന്ന് വൈകിട്ട് 5 മണിക്ക് മുമ്പ് ഒരു തെരുവ് നായ അവനെ കടിച്ചു. But before 5 p.m. that evening, that a stray dog came and bite him. 3 ദിവസത്തിനുള്ളിൽ അവൻ ഒരു പേപ്പട്ടിയെ പോലെ കൊരച്ച് അവൻ ഒടുവിൽ ചത്തു. And for within 3 days he started barking and he died. ആ സംഭവം നടന്ന ചർച്ചിലെ പാസ്റ്റർ എന്നോട് നേരിട്ട് പറഞ്ഞു. That pastor told me directly. പേടിച്ചു പോയി അത് കേട്ടപ്പോ. We were trembled. ആ നായ അത് എടുത്തോണ്ട് പോയി. That dog took it. പാസ്റ്റർ അത് പൊക്കോട്ടെ എന്ന് ഓർത്തു. Pastor said, it's okay. ഞാൻ പറഞ്ഞല്ലോ അന്ന് വൈകിട്ട് 5 മണിക്ക് മുമ്പ് തെരുവ് നായ അവനെ കടിച്ചു. At 5 p.m. that evening, before that, the stray dog bit him. പേ ബാധിച്ചു. And he was affected. ചില ദിവസങ്ങൾക്കുള്ളിൽ അവൻ ആലറി തെരുവ് നായെ പോലെ പേപ്പട്ടിയെ പോലെ ചത്തു. And he was crying and barking, and as a stray dog he died. എന്താ പറയുന്നത്? What is St. Paul saying? ആ അയോഗ്യമായി ഭക്ഷിക്കരുത്. Unworthily you shall not eat it. അയോഗ്യമായി ആ പാനപാത്രം കുടിക്കരുത്. Unworthily you shall not drink of it. കുടിച്ചാൽ നിങ്ങൾ അതിന് കുറ്റക്കാരായി
തീരും. If you drink, you shall surely be guilty. അപ്പൊ നമുക്കൊരു സംശയം വരും. Then we have a doubt. കർത്താവേ, പിന്നെ അതെന്ന് നടക്കും? Then what can happen? ഓർമ്മയിൽ സൂക്ഷിക്കൂ. Keep it in your remembrance. യേശുവിന്റെ സ്ലീഹന്മാരാരും അത് ഭക്ഷിപ്പാൻ യോഗ്യരായിരുന്നില്ല. The disciples of Jesus weren't worthy enough to take part in it. യേശുവിന്റെ സ്ലീഹന്മാരാരും അത് ഭക്ഷിപ്പാൻ യോഗ്യരായിരുന്നില്ല. None of the disciples were worthy enough to take part in it. പക്ഷേ യേശു ആ ശിഷ്യന്മാരെ ആരെയും ഒഴിവാക്കിയിട്ടില്ല. But Jesus did not keep any of his disciples away from പക്ഷേ it. ഇതിനിടയിൽ എന്തു സംഭവിച്ചു? But in between, what happened? ഗുരുവും കർത്താവുമായവർ അവരെ കഴുകിയിരുന്നു. Lord and Master had washed them. ഗുരുവും കർത്താവുമായവരെ അവരെ കഴുകിയിരുന്നു. Master and the Lord had washed them. അതാണ് ദൈവം നമ്മെ കഴുകിയാലേ നമ്മൾ വിശുദ്ധരാകൂ. That is what only if the Lord washeth us we shall be clean. പൗലോസ് പറയുന്നു, St. Paul is saying, അയോഗ്യമായി ഭക്ഷിക്കരുത്. unworthily shall not thou eat. ഭക്ഷിച്ചാൽ നമ്മൾ കുറ്റക്കാരായി തീരും. If thou do so, you shall be guilty. ഇനി അടുത്തത് എന്ത് പറയുന്നു? What is nextly mentioned? ഇത് നിമിത്തം ചിലർ രോഗികളായി തീരും. And because of this many are weak. ഇനിയും ചിലർ ബലഹീനരായി തീരും. Some are sick. ഇനിയും ചിലർ മരിച്ചുകൂടെ പോകും. And many sleep or die. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഞെട്ടല് വരുമില്ലേ? When we hear this, we would be astounded. ഞെട്ടുവൊന്നും വേണ്ട പ്രിയമുള്ളവരെ. Do not be wondered. ഇത് സഭയുടെ അടിസ്ഥാന ഉപദേശമാണ്. This is the fundamental doctrine of the ആഴത്തിൽ church. നമ്മളൊന്ന് അറിഞ്ഞ് വരും തലമുറയുടെ മനസ്സിൽ കൂടെ ഒന്ന് എഴുതി കൊടുക്കണം. We have to know the depths of the scripture and write it in the minds of the youngsters. തിരുമേനി പറഞ്ഞ പോലെ ബന്നെ നാരങ്ങ വെള്ളത്തിൽ മുക്കി കൊടുക്കുന്ന പരിപാടിയല്ല ഇത്. This is not like how that priest has mentioned. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the Lord. വളരെ ആഴമേറിയ സഭയുടെ അടിസ്ഥാന ഉപദേശമാണ്. It is the fundamental doctrine of great depth of the ഇത് church. നമ്മുടെ കർത്താവായ യേശു കാണിച്ച മാതൃകയാണ്. This is the practice and manner which Lord Jesus യേശു showed. വരുന്നതുവരെ സഭ തുടരേണ്ടതാണ്. Something which has to be done until the day of the Lord. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the Lord. അവിടെ പറയുന്നു അയോഗ്യമായി തിന്നരുത്. You shall not unworthily take part in it. തൊട്ടടുത്ത ഒരു വാക്ക് എഴുതിയിരിക്കുന്നു. The next word mentioned, നമ്മെ തന്നെ വിധിക്കണം. you have to examine yourself. നമ്മെ തന്നെ വിധിക്കണം. You have to examine yourself. വായിച്ചാട്ടെ. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. അടുത്തത് വിധിക്കപ്പെടുന്നു എങ്കിലോ നാം ലോകത്തോടു കൂടെ. ഒരു ക്രിസ്ത്യാനിക്ക് ലോകത്തിൽ രണ്ട് രീതിയിലുള്ള ശിക്ഷയാണുള്ളത്. For a Christian person there are two kinds of chastisements in this world. ബാലശിക്ഷയാണ്. One is the chastisement of the young, മരണശിക്ഷയാണ്. and the one is the chastisement for death. ഒരിക്കൽ ദാവീദ് പറയുന്നു, Once David is saying, അവൻ എന്നെ കഠിനമായി ശിക്ഷിച്ചു. he is saying, I was strictly പക്ഷേ afflicted, എന്നെ അവൻ മരണത്തിന് ഏൽപ്പിച്ചിട്ടില്ല. yet he had not delivered me unto ഇവിടെ death. പൗലോസ് പറയുകയാണ്, Here St. Paul is നാം saying, അവന്റെ വിശുദ്ധി പ്രാപിക്കുവോളം നമ്മുടെ ഗുണത്തിനായി അവൻ നമ്മെ ശിക്ഷിച്ചുകൊണ്ടേയിരിക്കും. until we attain that holiness, in order for our betterment he would chastise us. ഏത് ശിക്ഷയാണ്? And what is that chastisement? ബാലശിക്ഷയാണ്. It is the chastisement. ചിലപ്പോൾ ദൈവം നമുക്ക് നല്ല ബാലശിക്ഷ തരും. We would be chastised often, ആ ശിക്ഷയ്ക്ക് രണ്ട് ഭാഗമാണ്. and it is two portions. ദൈവം ഒരു മനുഷ്യനെ ശിക്ഷിക്കുമ്പോൾ When Lord punishes a man, ആ ശിക്ഷയ്ക്ക് രണ്ട് ഭാഗമുണ്ട്. there would be two portions in it. ഒന്ന് ആ കഷ്ടത ആ ശിക്ഷയുടെ ഒരു ഭാഗമാണ്. One is the suffering behind that punishment. രണ്ട് താഴ്ച ആ ശിക്ഷയുടെ ഒരു ഭാഗമാണ്. Second is the humility because of that suffering. നമ്മൾ കഷ്ടത്തിലാകുമ്പോൾ എന്ത് ചെയ്യും? When we are in suffering, what do we do? നമ്മൾ ആരെങ്കിലും കഷ്ടത്തിലായാൽ When we are in suffering, മറ്റുള്ളവരെല്ലാം നമ്മളെ വന്ന് കാണും. others will come and see us. നമുക്ക് റസ്കും പഞ്ഞും വേണ്ടായെങ്കിലും അവർ മേടിച്ചോണ്ട് തരും. They would give us rusk and bun even if we don't want. നമ്മളോട് ഭയങ്കര സഹതാപം കാണിക്കും. They would show sympathy to നമ്മൾ us കഷ്ടത്തിലായിരിക്കും. because we are in an അവർ affliction. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. They would pray for us. സഹജീവികളുടെ സഹതാപം നമുക്ക് കിട്ടും. We would get the sympathy of the beings. ദൈവം നമ്മളെ ശിക്ഷിക്കുമ്പോൾ But when Lord punishes ആ us, ശിക്ഷയ്ക്ക് രണ്ട് വശമുണ്ട്. there are two sides for it. ഒന്ന് കഷ്ടത്തിലാണ്. One, we are in suffering. ഞാൻ കഷ്ടത്തിലായത് എനിക്ക് ഗുണമായെന്നാണ് ദാവീദ് പറഞ്ഞിരിക്കുന്നത്. It was good that I was being in a suffering. മറ്റൊരു ഭാഗത്ത് പറയുന്നു, In another portion we യഹോവേ said, നിന്റെ വിധികളെല്ലാം നീതിയുള്ളവയാണ്. Lord, thy judgments are righteous, നിന്റെ വിശ്വസ്തത കൊണ്ടാണ് നീ എന്നെ താഴ്ത്തിയത്. and you have humbled me because of thy അപ്പോൾ faithfulness. കഷ്ടതയും താഴ്ചയും ദൈവം നമ്മെ നടത്തുന്ന വഴിയുടെ ഭാഗമാണ്. Therefore, faithfulness and humbleness, sufferings and humbleness are parts of the Lord. കഷ്ടതയാണെങ്കിൽ എന്ത് ചെയ്യും? If we are in suffering, what do we do? സഹജീവികളുടെ സഹതാപം കിട്ടും. We would get the sympathy of others. മറ്റുള്ളവരെല്ലാം നമുക്ക് വല്ലതൊക്കെ വാങ്ങിത്തരും. Others would bring many things to us. നമുക്ക് ബന്ന് വേണോ, റിസ്ക് വേണോ, ആപ്പിൾ വേണോ ഒക്കെ മേടിച്ചു തരും. They would give us whatever we need. സഹജീവികളുടെ സഹതാപം കിട്ടും. The sympathy of other ഇനി beings. താഴ്ചയാണെങ്കിലോ If we are in humility,
താഴ്ചയാണെങ്കിലോ If we are in a lower state, സഹജീവികളുടെ നിന്ന കിട്ടും. അതാ we would get the reproach from others. പണ്ടേ അവൻ ആള് ശരിയല്ലായിരുന്നു പറയും. In former days itself, he was not a good person. അതെ അങ്ങനെ പറയും. താഴ്ച വരുമ്പോ നമുക്ക് നിന്ന കിട്ടും. They would reproach us. ഒരേ പാതയാണ്. It is one path. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. That's why it is written. നിന്റെ വിധികളെല്ലാം നീതിയുള്ളവ. Lord, thy judgments are righteous. നിന്റെ നീതിയാൽ നിന്റെ വിശ്വസ്തതയാൽ നീ എന്നെ താഴ്ത്തി. And you have humbled me because of thy faithfulness. നാം നമുക്ക് നമ്മുടെ കർത്താവായ യേശുവിന്റെ ആ പെസഹായുടെ ദിനം മനസ്സിലേക്ക് കൊണ്ടുവരാം. Let us bring the day of that Passover into our mind. നമ്മുടെ കർത്താവിന്റെ കഷ്ടതയെ ഒരു നാൾ കൂടെ നമുക്ക് ഓർക്കാം. One day again, let us remember about the sufferings of Jesus. യേശു നമുക്കായി കഷ്ടം സഹിച്ചിരിക്കുന്നു. Our Jesus has suffered all these sufferings for us. അതിലുപരിയായി കർത്താവ് ഇന്ന് രാത്രി നമ്മളെ ഒന്ന് കഴുകണം. Above all, our Lord should wash us tonight. എത്ര ദൈവമക്കൾ ആഗ്രഹിക്കുന്നു. How many children of God desire about it? പരമാർത്ഥമായി നീ എന്നെ ഒന്ന് കഴുകണമേ. Sincerely, O Lord, thou should wash me. അതിലുപരിയായി ആ രക്തവും ജീവനും എന്നിൽ പകർന്ന് എനിക്കൊന്ന് നിത്യജീവൻ തരണമേ. And above all, you should give me that life and that blood, and you should give me eternal life. ദൈവമേ എനിക്കൊരു എളിമയുള്ള മനസ്സ് തരണമേ. Lord, give me a humble mind. നമുക്ക് നമ്മുടെ കർത്താവിന്റെ സഭയോടുകൂടെ ഒരു കൂട്ടായ്മയുടെ അനുഭവത്തിലേക്ക് വരാം. And let us come into the experience and the fellowship of the church. ഈ കാര്യം ഓർമ്മയിൽ സൂക്ഷിക്കണം. But remember this in your mind. നാം നമ്മെ തന്നെ ശോധന ചെയ്തിട്ട് വേണം. We have to judge ourselves. എങ്ങനെയെങ്കിലുമൊക്കെ ആയി പോകരുതേ. We should not eat it any manner. ഒടുവിൽ പറയുന്നു ആ രക്തവും മാംസവും സംബന്ധിച്ച് അവർ കുറ്റക്കാരായി തീരും. It is mentioned, ye shall be guilty of the body and the blood of the ഞാൻ ഈ Lord. വിഷയം വായിച്ചപ്പോൾ ഇങ്ങനെ ഓർത്തു. When I read this verse, I thought, കർത്താവേ പിന്നെ എങ്ങനെയാണ് സ്ലീഹന്മാർ അത് കഴിച്ചത്? then how, Lord, did the disciples take part in it? എങ്ങനെയാണ് അത് കഴിച്ചത്? How did they feed on it? ആത്മാവ് പെട്ടെന്ന് ഒരു കാര്യം പറഞ്ഞു. Spirit of the Lord reminded upon അതിന് it. തൊട്ടു മുൻപ് യേശു അവരെ കഴുകിയിരുന്നു. Just before that, Jesus had washed them. യേശു അവരെ കഴുകിയിരുന്നു. Jesus had washed them. ഇന്ന് രാത്രി ഒരുപക്ഷേ നീ അയോഗ്യനായിരിക്കാം. Maybe you shall be unworthy tonight. നിന്നെ യോഗ്യനാക്കുവാൻ യേശു നിന്നെ കഴുകി വെടിപ്പാക്കട്ടെ. But in order to make you worthy, let Christ Jesus wash you. ആ യേശുവിന്റെ ശരീരത്തോട് നമുക്ക് കൂട്ടായ്മയുള്ളവരായി തീരാം. Let us have the communion with the body of the Christ. ഇത് നമ്മുടെ സഭയുടെ അടിസ്ഥാന ഉപദേശമാണ്. This is the fundamental doctrine of our ഇത് church. നമ്മുടെ ആത്മാവിൽ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ എഴുതി ചേർക്കാം. With the Spirit, let us write it down into the hearts. നമ്മുടെ യേശു മടങ്ങി വരാറായി. Because our Christ Jesus is നമ്മെ to appear soon. സമാധാനത്തിലും വിശുദ്ധിയിലും കാണുവാൻ അവൻ വാഞ്ചിക്കുകയാണ്. And he is longing that we may be found in peace and in holiness. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. For a moment shall we close our നമ്മുടെ eyes. കർത്താവിന്റെ പാദപീഠത്തിലേക്ക് പോകാം. Let us go unto the footstool of our Jesus. പരമാർത്ഥതയോടെ നമുക്ക് ദൈവത്തിന്റെ മുഖം തേടാം. Let us seek the countenance of the Lord with a നമുക്ക് sincere നമ്മുടെ heart. കർത്താവിന്റെ ക്രൂശിനെ ഒന്ന് ധ്യാനിക്കാം. Let us meditate the cross of our Lord Jesus. കഴിയുന്നിടത്തോളം എല്ലാവരും ഒന്ന് മുഴങ്കാൽ മേലിരുന്നാട്ട്. As long as you can, be on your knees. നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. Let us close our eyes. നമുക്ക് ആഴമേറിയ ആ ശുശ്രൂഷയെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഓർക്കാം. Let us remember about that great and deeper നമ്മുടെ mystery. കർത്താവിന്റെ കഷ്ടതയെ നമുക്ക് ഓർക്കാം. Let us meditate upon the sufferings of കർത്താവേ, Jesus. എന്റെ എല്ലാ മാന്യതയ്ക്ക് പിന്നിലും നിന്റെ കഷ്ടതയുണ്ട്. Lord, behind all my honor is thy great suffering. എന്റെ നന്മയ്ക്ക് പിന്നിൽ നിന്റെ ക്രൂശുണ്ട്. Behind all my goodness is their cross. എന്റെ കൃപയ്ക്ക് പിന്നിൽ നിന്റെ മുൾക്കിരീടമുണ്ട്. Behind my grace is thy crown of thorns. കർത്താവേ, ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സമാധാനത്തിന് പിന്നിൽ നിന്റെ ഹൃദയം ആ പടയാളി കുത്തി തുളച്ചിട്ടുണ്ട്. And behind the peace which I experienced today, thou was pierced by that എന്റെ soldier. സൗഖ്യത്തിന് പിന്നിൽ നിന്റെ മുതുകിലെ അടിപ്പിണരുകൾ ഉണ്ട്. And there is that stripes behind my healing. നമുക്ക് ഇന്ന് രാത്രി നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. Tonight let us all close our eyes. കർത്താവിന്റെ പാദപീഠത്തിലേക്ക് നമുക്ക് പോകാം. Let us come nigh unto the footstool of our Lord. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ ഉണർത്തട്ടെ. Let the Holy Spirit revive our heart. എല്ലാവരും ഒരു നിമിഷം യേശുവിന്റെ മുഖമൊന്ന് ധ്യാനിച്ചാൽ. For a moment let everyone remind and remember about the countenance of Jesus. ദൈവസാന്നിധ്യം നമ്മളെ വിട്ടൊഴിയരുത്. Let not the presence of the Lord depart from us. നമുക്കിപ്പോൾ ഒരു ആത്മീയ ഉണർവല്ല ആവശ്യം. It is not a spiritual revival which we പരമാർത്ഥമായ need. യേശുവിന്റെ ക്രൂശിനെ നമുക്ക് ഓർക്കാം. We have to remember sincerely about the cross of Jesus. ഇതിന്റെ ആഴം ഞാൻ ഗ്രഹിച്ചിരുന്നില്ലല്ലോ. Lord, many a times I have not understood the depth of the ഇതിന്റെ scripture. ആഴം ഞാൻ ഗ്രഹിച്ചിരുന്നില്ലല്ലോ. I had not understand the depth of this. പലപ്പോഴും പരിജ്ഞാനമില്ലാതെ ഭോഷത്വങ്ങൾ പറ്റിപ്പോയി. Lord, without wisdom I have done foolish things. ഒരു നാൾ കൂടെ അങ്ങയോട് ക്ഷമിക്കണമേ. One day again, O Lord, shall you forgive നമുക്ക് നമ്മുടെ me. കർത്താവിന്റെ ക്രൂശിനെ ഓർക്കാം. And let us meditate upon this cross. ആ രക്തവും മാംസവും നമുക്ക് ഭക്ഷിക്കാം. Let us feed that meat and blood. നമുക്ക് വിശുദ്ധന്മാരുടെ കൂട്ടായ്മയുള്ളവരായിരിക്കാം. Let us have the fellowship with the saints. നമ്മുടെ യേശു മടങ്ങി വരാറായി. Because our Jesus is coming നമ്മുടെ soon. യേശു
മടങ്ങി വരാറായി. Our Jesus is coming soon. അവനായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാർക്കായി യേശു മടങ്ങി വരാറായി. And Jesus is appearing soon in order to gather for the saints ഒരു who are longing നിമിഷം for him. പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താൽ For a moment, yield your hearts unto the Holy ആത്മാവ് Ghost. നമ്മുടെ മധ്യ ശക്തിയായി ആവരിക്കട്ടെ. Let the Holy Spirit work mightily in our midst. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the Lord. നിന്റെ ഹൃദയാവസ്ഥ ദൈവത്തിന് നന്നായിട്ട് അറിയാം. The Lord knows the desire of your heart. യേശു ഇന്ന് രാത്രി നിന്നെ വിശുദ്ധീകരിക്കും. Let Jesus sanctify you tonight. അവൻ നിന്റെ ഹൃദയത്തെ കഴുകും. He shall wash your heart. അവൻ നിന്റെ മനസ്സിനെ കഴുകും. He shall cleanse your mind. അവനോടുകൂടെ നിനക്ക് പങ്കു ഓഹരിയും നൽകും. He shall give you reward and part along with നിന്നെ him. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. Because he who has called you is faithful. നിനക്ക് വാഗ്ദത്തം തന്ന ദൈവം വിശ്വസ്തനാണ്. The Lord who has promised you is faithful. നിനക്ക് ദർശനം തന്ന ദൈവം അത് നിവർത്തിപ്പാൻ ശക്തനാണ്. The Lord who has given the vision, he is able to fulfill it. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ ഉണർത്തട്ടെ. Let the Holy Spirit revive our hearts. കർത്താവിന്റെ കാൽവരിയെ നമുക്ക് ധ്യാനിക്കാം. Let us meditate upon the cross of our Lord. യേശു മടങ്ങി വരാറായി. Jesus is appearing very നമ്മുടെ soon. തലമുറകൾ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. Let our generations be blessed in this world. കർത്താവ് വരുവോളം എല്ലാ നാളും ഇതിൽ പങ്കാളികളായി തീരാം. Until the Lord appears, let us be partakers of this ministry. നമുക്ക് ഇന്ന് രാത്രി വിശ്വാസത്തോടെ യേശു പറയാം. Tonight with faith we shall confess. ഞാൻ ചോദിക്കട്ടെ, ഒരു നാളെങ്കിലും തിരുവത്താഴത്തിൽ പങ്കാളിയായവർ കരങ്ങളൊന്ന് ഉയർത്താമോ? If there is anyone who has partaken in this ministry, can you lift up your hands? ശ്രദ്ധിക്കുക, നൂറുകണക്കിന് ആളുകളുണ്ട്. Hundreds of people over നിങ്ങളുടെ here. ജീവൻ യേശുവിന്റെ ജീവനാണ്. The life which is within you is the life of ഇന്ന് രാത്രി Jesus. അറിയൂ, നിങ്ങളുടെ ജീവൻ യേശുവിന്റെ ജീവനാണ്. Beware, the life which is within you is the life of Jesus. യേശു പറയുന്നു, Jesus saith, എന്റെ മാംസം തിന്നുന്നവൻ, those who feed upon my flesh എന്റെ രക്തം കുടിക്കുന്നവൻ, and drinketh my blood, അവനെ ഞാൻ ഒടുക്കത്തെ നാളിൽ എഴുന്നേൽപ്പിക്കും. I shall rise him on the last അവനെ day. ഒടുക്കത്തെ നാളിൽ ഞാൻ ജീവിപ്പിക്കും. I shall revive him on the last day. നമുക്ക് വിശ്വാസത്തോടെ വചനം ഏറ്റു പറയാം. With faith shall we confess these words. എന്റെ കർത്താവായ യേശു ഒരു നാൾ മടങ്ങി വരും. My Lord Jesus shall appear one day. അവൻ കാഹളധ്വനിയോടെ മടങ്ങി വരും. With the sound of the trumpet shall he come. അപ്പോൾ ഞാൻ അവന്റെ ശബ്ദം കേൾക്കും. And I shall hear his voice. ഞാൻ ഉയർത്ത് യേശുവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടും. I shall resurrect and be taken along with എന്താണ് him. എന്താണ് അതിന്റെ രഹസ്യം? What is the mystery behind it? എന്നിലുള്ള ജീവൻ യേശുവിന്റെ ജീവനാണ്. The life within me is the life of എത്ര Jesus. പേർക്ക് ധൈര്യമായി ഏറ്റു പറയാം? How many of you can boldly confess these words? എന്നിലുള്ള ജീവൻ യേശുവിന്റെ ജീവനാണ്. The life within me is the life of Christ Jesus. ഇന്ന് രാത്രി വിശ്വാസത്തോടെ ഏറ്റു പറഞ്ഞാൽ Tonight with faith shall you confess. എന്നിലുള്ള ജീവൻ യേശുവിന്റെ ജീവനാണ്. The life which in me is the life of Christ Jesus. കർത്താവേ, ഇത്ര വലിയ ഭാഗ്യം എനിക്ക് തന്നല്ലോ. Oh Lord, such a great privilege you have given to me. ദൈവത്തോടൊരു കൂട്ടായ്മ എനിക്ക് തന്നല്ലോ. You have given such a great communion to the നിന്റെ Lord. സഭയാം ശരീരത്തോടൊരു കൂട്ടായ്മ തന്നല്ലോ. You have given me to the fellowship of the body which is the യേശുവേ, വിശുദ്ധന്മാരൊരു കൂട്ടായ്മ എനിക്ക് തന്നല്ലോ. You have given me a fellowship to the saints of the എത്ര Lord. ദൈവമക്കൾ നന്ദിയുള്ളവരായിരിക്കുന്നു. How many of you have a grateful heart? എത്ര ദൈവമക്കൾ ആ കാര്യത്തിൽ നന്ദിയുള്ളവരായിരിക്കുന്നു. How many of you have a gratitude upon നമുക്ക് it? നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. Let us praise our Lord. നമുക്ക് നമ്മുടെ കരുണാസമ്പന്നനായ ദൈവത്തെ സ്തുതിക്കാം. Let us worship and exalt our merciful Lord. യേശു മടങ്ങി വരാറായി. Because our Jesus is yet to appear again. എല്ലാവരും ഒന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാൽ Let everyone keep praising and worshiping ദൈവത്തിന് God. മഹത്വം ഉണ്ടാകട്ടെ. Praise be to the ദൈവ Lord. സാന്നിധ്യം നമ്മുടെ ഹോളിൽ നിറഞ്ഞു കവിയട്ടെ. Let the presence of the Lord overflow in our midst. നമുക്ക് ഈ തിരുവഴുത്തിന്റെ ആഴങ്ങൾ നമ്മുടെ മനസ്സിൽ എഴുതി ചേർക്കാം. Let us write down these depths of doctrines into our നമ്മളൊരു heart. അന്തിമ നിമിഷത്തിലേക്ക് വന്നെത്തി. We have come to the final ഇതാ, moments. ബുദ്ധിമാന്മാരായ പലരും വീണുകൊണ്ടിരിക്കുക. Many of the wise and scholars are falling down. ലോകത്തിൽ വലിയ പ്രശസ്തരെല്ലാം അവർ ആയിരുന്ന മാർഗം വിട്ടു പോകുകയാണ്. Many of the famous and wise people are departing from their walks. ചില ലോക പ്രശസ്തരായ ചില ക്രിസ്തീയ പ്രാസംഗികര് Even some great and famous Christian preachers, അവർ ഈ മാർഗം വിട്ട് തിരികെ പോകുകയാണ്. they are departing from this walk. അടുത്ത ദിവസം ഞാൻ ഒരാളെ കുറിച്ച് കേട്ടു. Recently I heard about a അദ്ദേഹം person, 25 വർഷം ഒരു ചർച്ചിൽ പാസ്റ്റർ ആയിരുന്നു. 25 years he was ministering in a church. അദ്ദേഹം വലിയ ലോക പ്രശസ്തനായ പ്രാസംഗികനാണ്. He is a world famous preacher. ഈ അടുത്ത കാലത്ത് അദ്ദേഹം വിട്ടുപോയി. Recently he departed. വീണ്ടും താൻ പഴയ സഭയിലേക്ക് പോയി. He went back to his old അപ്പോൾ traditions. താൻ പറയുന്നു, ആ 25 വർഷം വിശ്വസിച്ചതും പ്രസംഗിച്ചതും അബദ്ധമായി പോയി. He is saying, for the last 25 years I believed and I preached wrong ഞാനത് things. കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. I was wondered hearing ഞാൻ that. വളരെ കുട്ടിക്കാലം മുതലേ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടിട്ടുണ്ട്. Because right from my childhood I had heard his വലിയ sermons. പലരും കൃപയിൽ നന്യപ്പെട്ടു പോകുന്നു. Even today many shall depart from
the grace. ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാലും അവർ ആടി ഉലയുകയാണ്. Because they are being swayed because of the winds of the നമ്മുടെ doctrines. യേശു വരാറായി. But how Jesus is appearing soon. സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നമുക്ക് നിലനിൽക്കാം. Let us be established in the hope of the gospel. നമുക്ക് സമാധാനത്തിൽ നിലനിൽക്കാം. Let us be established in the peace. പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ച ഉപദേശത്തിൽ നമുക്ക് നിലനിൽക്കാം. Let us be strongly holding the doctrines of our നമുക്ക് forefathers. വിശുദ്ധന്മാരുടെ കൂട്ടായ്മയിൽ നമുക്ക് നിലനിൽക്കാം. Let us be established in the fellowship of the saints. യേശുവിന്റെ കാഹളത്തിനായി നമ്മുടെ കാതുകളെ ഒരുക്കാം. Let us prepare our ears for the trumpet of the Lord. നന്ദിയുള്ളവരായി ദൈവത്തെ സ്തുതിച്ചാൽ With a grateful heart shall we worship the എല്ലാവരും ഒരു Lord. നിമിഷം പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താൽ For a moment shall you all yield your hearts to the Holy ഉപദേശ Ghost. സത്യങ്ങളെ നമ്മുടെ മനസ്സിൽ എഴുതി ചേർക്കാം. Let us carve out these doctrines into our hearts. നന്ദിയുള്ളവരായി ദൈവത്തെ സ്തുതിക്കാം. With a grateful heart shall we praise our Lord. പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യേ പ്രവർത്തിക്കട്ടെ. Let the Holy Spirit work in our midst. എല്ലാവരും ഒരു നിമിഷം കണ്ണുകൾ അടച്ചാൽ For a moment shall we all close our eyes. ആത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ. Let the presence of the Spirit be filled in our hearts. കർത്താവിന്റെ കാൽവരിയെ നമുക്ക് ധ്യാനിച്ചുകൊണ്ടിരിക്കാം. Let us meditate upon the cross of Calvary. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be unto our Lord. ദൈവ സാന്നിധ്യം പർവ്വതത്തിൽ ഇറങ്ങി വരുമ്പോൾ When the presence of the Lord descended upon the mount, ദൈവം മോശയോട് പറയുകയാണ്, God is speaking unto Moses. ഞാൻ സീനായിൽ ഇറങ്ങി വരുമ്പോൾ When I shall descend upon Mount Sinai, ഒരു കാട്ടുമൃഗവും അവിടെ ഉഴന്ന് നടപ്പാൻ ഇടം കൊടുക്കരുത്. no wild beast shall wander over there. അങ്ങനെ ഏതെങ്കിലും ഒരു മൃഗം If any animal is seen, പർവ്വതത്തിൽ മേഞ്ഞു നടന്നാൽ if it is wandering in that നീ mountain, അതിനെ കല്ലെറിഞ്ഞു കൊല്ലേണം. you shall stone it and kill ഇന്ന് it. രാത്രി ആത്മാവിന്റെ സാന്നിധ്യം നിന്റെ മനസ്സിൽ വരുമ്പോൾ Tonight when the presence of the Spirit shall come into your heart, ദയവായി കാട്ടുമൃഗം അവിടെ ഉഴന്നലഞ്ഞു നടക്കാനിടം കൊടുക്കരുത്. do not give room for any wild beast to be wandering over there. ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ ഉണർത്തട്ടെ. Let the Spirit of the Lord revive our hearts. പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താൽ Yield your hearts under the Spirit of the Holy Ghost. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the Lord. കർത്താവായ യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെടുവാൻ നമുക്ക് നമ്മെ സമർപ്പിക്കാം. Let us surrender to be crucified along with our Christ നമ്മുടെ Jesus. കർത്താവ് മടങ്ങി വരാറായി. Because our Christ is appearing soon. യേശുവിന്റെ വരവിനായി സ്വർഗ്ഗം നമ്മെ ഒരുക്കട്ടെ. Let the heavens prepare us for His soon coming. ആ നിത്യതയുടെ കവാടം തുറക്കുന്ന ദിനത്തിൽ In the day when the gates of eternity shall be opened, നിങ്ങളെല്ലാവരുടെയും മുഖം കണ്ടെത്തുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. may the Lord be enabled to find each and every countenance അവന്റെ over രക്തവും here. മാംസവും നമുക്ക് ഭക്ഷിക്കാം. Because let us feed upon that meat and blood of ആ Jesus. നിത്യജീവന് നമുക്ക് അവകാശികളായി തീരാം. Let us be inheritors of that eternal നമ്മുടെ life. യേശു വരാറായി. Our Jesus is coming നമുക്ക് soon. യേശു വരാറായി. Our Jesus is coming soon. അനേക ബുദ്ധിമാന്മാർ വീണുപോകും. Many of the wise shall fall away. അനേകർ മനസ്സാക്ഷി നഷ്ടപ്പെട്ടവരായി തീരും. Many shall lose a good അനേകർ conscience. ലോകത്തെ സ്നേഹിച്ചിട്ട് ദൈവത്തെ വിട്ടു പോകും. Many shall love this world and depart from അനേകർ God. ഉപദേശത്താൽ കാപട്യത്താൽ വഞ്ചിക്കപ്പെട്ടു പോകും. And many shall be deceived because of the നീ hypocrisy of ഒരു the അവസാന doctrines. നിമിഷമാണ് വന്നെത്തിയിരിക്കുന്നത്. You have come nigh to the final moments. വിശുദ്ധന്മാർ നിന്നോട് അറിയിച്ചു തന്ന The sayings which I have delivered unto you, ആ ഉപദേശത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നീ ഇളകിപ്പോകാതെ നിലനിൽക്കണം. you shall be established and not be shaken from the doctrines of the gospel. നമ്മുടെ യേശു വരാറായി. Because our Jesus is coming അവന്റെ soon. വരവിനായി നമുക്കൊരുങ്ങാം. Let us be prepared for His ഈ coming. വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കണം. May the Lord bless us with His words.